ദൈവത്തിന് മഹത്വപ്പെടുത്താത്ത യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം പഠിച്ചുകൊണ്ടിരുന്ന സബ്ജക്റ്റ് ജഡത്തിന്റെ പ്രവൃത്തികൾ മരിപ്പിക്കണം. ജഡത്തിന്റെ പ്രവൃത്തികൾ മരിപ്പിക്കാൻ 4 പോയിന്റ് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. ഇതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഒന്ന്, ജഡത്തിന്റെ ചിന്തകൾ മരിക്കണം. ജഡത്തിന്റെ പ്രവൃത്തികൾ മരിക്കണം. ജഡത്തിന്റെ ആഗ്രഹം, ഇച്ഛകൾ, ഇഷ്ടങ്ങൾ മരിക്കണം. ഒരു കാര്യം കൂടെ പറയും, ജനിച്ചാൽ മരിക്കണം. അതൊരു തമാശയായിട്ടാണ് എനിക്ക് തോന്നിയത്. ജനിച്ചതുകൊണ്ട് മരിക്കണമല്ലോ. ഈ മരിക്കുന്നതിന് മുമ്പ്, ജഡീകമായി മരിക്കുന്നതിന് മുമ്പ് ജഡത്തെ മരിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന പ്രവൃത്തിയെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ജനിച്ച സജിൻ 85 ഒക്ടോബറിൽ ജനിച്ചു. ഇനി മരിക്കുന്ന ഒരു സമയമുണ്ട്, അല്ലേ? എല്ലാവർക്കും ഇല്ലേ? ശരിക്കും യഥാർത്ഥ മരണം. ആ മരിക്കുന്ന സമയത്തിന് മുമ്പ് തന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ജീവിക്കുന്ന സമയത്തായിരിക്കണം ആ മരണം. അല്ലെങ്കിൽ എന്നാ പറ്റുന്നതെന്ന് വെച്ചാൽ ഓഹ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഓഹ. ഇത്രയും കാര്യങ്ങൾ നാം പഠിക്കുമ്പോൾ യേശു ജഡത്തിൽ വന്നതും അതിന്റെ ഉദ്ദേശവും നമുക്ക് മനസ്സിലാക്കണം. ജഡത്തിൽ വന്ന യേശു ജഡത്തിന്റെ പ്രവൃത്തികളെ ജയിച്ച് ജഡത്തിന്റെ മരണത്തിൽ നിന്നും ഉയർത്ത് അതിനെ ജയിച്ചതായി വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എന്താണ്? യേശു ജഡത്തിൽ വന്നു, ജഡത്തിൽ ജയിച്ചു. ജഡത്തിൽ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ജഡത്തിൽ ജയിച്ചു. ആ ജഡത്തിൽ മരിച്ച യേശുവിന് ആ പുനരുത്ഥാനം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ ആ രണ്ടാം ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ക്രിസ്തുവിനോടുകൂടെ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇനി കർത്താവ് വരുമ്പോൾ കർത്താവിന്റെ കൂടെ എന്ത് ജീവിക്കണം. അപ്പൊ ആദ്യമായിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ആ വ്യക്തിയുടെ പേര് യേശു കർത്താവാണ്. അപ്പം യേശു ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്തിലൂടെ മാത്രമാണ് നമുക്ക് ജഡത്തെ ജയിക്കുവാൻ കഴിയുകയുള്ളൂ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് തന്റെ ജഡത്തെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. വേറെ ഒരു ക്രിയ കൊണ്ടോ വേറെ ഒരു പ്രവൃത്തികൾ കൊണ്ടോ ഈ ജഡത്തെ ജയിക്കുവാൻ കഴിയത്തില്ല. ഇപ്പൊ ഞാൻ എത്ര ഫോഴ്സ് ചെയ്തെന്ന് പറഞ്ഞാലും മനുവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ ജഡത്തെ ജയിപ്പിക്കുന്ന ഒരു വ്യക്തിയാക്കി നിർത്താൻ പറ്റത്തില്ല. അത് കുടുംബത്തിലും അങ്ങനെയാണ്. അന്യോന്യം എത്ര ശ്രമിച്ചാലും നമ്മൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ആത്മീകമായിട്ട് ഉയർത്തുവാൻ, എനിക്ക് എന്റെ ഭാര്യ ഉയർത്തുവാനോ എന്റെ ഭാര്യയ്ക്ക് എന്നെ ഉയർത്തുവാനോ മക്കളെ ഉയർത്തുവാനോ കഴിയത്തില്ല. കാരണം ഈ പ്രവൃത്തി ചെയ്യുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഈ ജഡശരീരത്തിനകത്തേക്ക് വന്നിട്ട് ആ ജഡശരീരത്തിന്റെ എല്ലാ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ചിന്തകളും പ്രവൃത്തികളും എല്ലാം മരിപ്പിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് ഇതെല്ലാം എന്ത് ചെയ്യണം? മരിപ്പിക്കും. ഉറങ്ങാൻ റെഡിയായിട്ടുള്ളത് എത്ര പേരുണ്ട്? ഉറങ്ങരുത്. അതിനിടയ്ക്ക് ഭജനമില്ലാത്തതുകൊണ്ട് ഉറങ്ങിപ്പോകും. ഭജനം ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ആ പുസ്തകം നോക്കുമ്പോൾ ഒരു വരും. ഇത് കുറച്ച് ഞാൻ ബോറടിക്കും. അപ്പൊ ഉറങ്ങരുത്. നോക്കിയിട്ടുണ്ടോ? ആത്മാവിന്റെ പ്രവൃത്തികൾ നാം ജഡത്തെ പഠിപ്പിക്കണം. ആത്മാവിന്റെ പ്രവൃത്തികൾ നാം എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ 65 വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ചു. 38 വയസ്സ് വരെ ഞാൻ എന്ത് ചെയ്തു? എന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചിട്ട് ഈ 38ാമത്തെ വയസ്സിൽ ഞാൻ തീരുമാനം എടുക്കണം, എന്റെ ജഡത്തെ ഞാൻ നന്നാക്കും. എന്റെ ജഡത്തെ ഞാൻ 10 വയസ്സായ കൊച്ചിനെ നന്നാക്കാൻ നമുക്ക്
പറ്റുന്നില്ല. ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകും. നമ്മളാ പറയുന്ന 38 വർഷമായ എന്റെ ജഡത്തെ ഞാൻ വലിയ പ്രയത്നം ചെയ്തൊരു പ്രവൃത്തിയാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ലായിരിക്കാം. ദൈവത്തിന് ചെയ്യാൻ പറ്റും. ദൈവികമായി മാനുഷികമായി ചിന്തിച്ചാൽ ആ പ്രവൃത്തി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ദിനംപ്രതി മരിക്കുവാൻ ഒരു ഡിസിഷൻ എടുത്ത്, ഒരു തീരുമാനമെടുത്ത് അതിനെ മരിപ്പിച്ച് പുതിയ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ജഡത്തെ ജയിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ കർത്താവ് അത് പറയത്തില്ല. പറയൂ, ജഡത്തിന്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളയുവിനെന്ന് ആത്മാവിൽ അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞതിന് കാരണം അത് കളയാൻ പറ്റുന്നതുകൊണ്ടാണ്. ഞാൻ കളയത്തില്ലെന്ന് ചിന്തിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നീ എന്നെ എത്ര ഉപദേശിച്ചാലും എന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ ജഡത്തെ തിരുത്താൻ ഞാൻ തയ്യാറല്ല. അതാണ്. ആത്മാവിന്റെ പ്രവൃത്തികൾ നാം ജഡത്തെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ആത്മാവിന്റെ പ്രവൃത്തികളെ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങളാണ് പ്രവൃത്തിയായി വെളിപ്പെടുന്നത്. സ്വയമായി സാധിക്കാത്തതും ആയ ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ജഡം പാപം ചെയ്യുവാൻ ഇടയാകുന്നതിലൂടെ ജഡം പാപമായി മാറും. ഈ ജഡം പാപം ചെയ്യുന്നതിലൂടെ ആ ജഡം പാപമായി മാറും. ഹലോ, ഞാൻ വെള്ളത്തിൽ മുങ്ങുന്നതിലൂടെ എന്റെ ശരീരം മൊത്തം വെള്ളം ആകുന്നു എന്ന് വെച്ചാൽ പാപം അതുപോലെ തന്നെയാണ്. പാപത്തെ സ്നേഹിച്ചാൽ പാപം നമ്മളെ സ്നേഹിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കള്ളം പറയണമെന്ന് ഞാൻ തീരുമാനിച്ചിറങ്ങിയാൽ അതിനൊത്ത കള്ളത്തരം അല്ലേ? നമുക്ക് പറഞ്ഞ് എത്ര വർഷം വേണമെങ്കിലും കള്ളത്തരത്തെ എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതിനർത്ഥം എന്താ? നമ്മുടെ പാപത്തോട് ഒരു അണ്ടർസ്റ്റാൻഡിങ്, കോംപ്രമൈസ് അല്ല, ഒരു മനസ്സിലാക്കി പാപമാണ്, തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും നമ്മുടെ ജഡത്തോട് പറയുകയാണ് അത് കുഴപ്പമൊന്നും ഇല്ല, പൊക്കോട്ടെ എന്ന് പറഞ്ഞു പോകുമ്പോ എത്ര വർഷം വേണേലും നമുക്ക് ഈ പാപത്തിൽ ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത് പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അവരറിഞ്ഞോട്ട് പാപം ചെയ്താണോ? അല്ല. ജഡത്തിന്റെ പ്രവൃത്തികൾക്കകത്ത് വന്നിരിക്കുന്ന പാപത്തിന്റെ പ്രവൃത്തികൾ കുഞ്ഞു കുട്ടികൾ മുതൽ മരിക്കുന്നത് വരെ വായിലെ പല്ലെല്ലാം പോയി, തലയിലെ മുടിയെല്ലാം പോയി മരിക്കാൻ കിടക്കുന്ന അവസ്ഥയാണെങ്കിലും പാപത്തിന്റെ കണിക എവിടെ കാണും? ഈ ജഡത്തിൽ കാണും, ഈ രക്തത്തിൽ കാണും. അപ്പൊ അതിനെ എന്ത് ചെയ്യാൻ പറ്റണം? ജയിക്കാൻ പറ്റുന്ന അഭിഷേകം പരിശുദ്ധി ആത്മാവിനാൽ മാത്രമേ ലഭിക്കൂ. നമ്മൾ ഈ ക്ലാസ് കേട്ടത് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പാപത്തെ ജയിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ഓരോ വാക്കുകളും നമ്മൾ പറയുമ്പോൾ അത് കേൾക്കുന്ന നിങ്ങൾ കർത്താവേ അത് ചെയ്യുവാൻ ഒരു കൃപ എന്റെ മേൽ നീ തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ വേണം എന്ത് ചെയ്യാൻ ഓരോ വാക്കും നമ്മൾ ക്യാച്ച് ചെയ്യാൻ. അല്ലാതെ നമ്മുടെ ജഡത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കത്തില്ല. നമ്മൾ ഇത്രയും വർഷം ജീവിച്ചിട്ടും ഒരു മാറ്റവും നടന്നില്ലല്ലോ. അപ്പൊ അതെങ്ങനെ സംഭവിക്കുന്നു? പരിശുദ്ധി ആത്മാവിന്റെ സഹവാസത്തോടു കൂടി മാത്രമാണ് ഒരു വ്യക്തിയെ ആളുമാറിയതുപോലെ ആക്കുന്നത്. ആത്മാവിലാണ് ആളുമാറുന്നത് പോലെ ആകുന്നത്. അതിന് ചില സ്റ്റെപ്പുകൾ നാം മനസ്സിലാക്കണം. ആദ്യം നമുക്ക് വരേണ്ടത് ജഡത്തെ മരിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. നമ്മളോട് പറയാണ് 25 ലക്ഷം രൂപയുടെ വീട് എന്ത് ചെയ്യണം, വെക്കണം. അപ്പൊ നമ്മൾ പിറ്റേ ദിവസം രാവിലെ പോയിട്ട് സിമെന്റ് കടയിൽ പോയി സിമെന്റ് ഓർഡർ ചെയ്യും, കമ്പി ഓർഡർ ചെയ്യും, ഇഷ്ടി ഓർഡർ ചെയ്യും, മണൽ, അങ്ങനെയാണോ? അല്ല. ആദ്യം 25 ലക്ഷം രൂപയ്ക്ക് അകത്ത് വരുന്ന ഒരു പ്ലാൻ എന്ത് ചെയ്യും, വരയ്ക്കും. എന്നിട്ട് എഞ്ചിനീയറിനെ കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ എഞ്ചിനീയർ നമുക്ക് കൊണ്ട് തരും. ഇതാണ് പറയാ പ്ലാൻ.
ഈ പ്ലാനും പ്രകാരം എഞ്ചിനീയർ പറയുന്ന അനുസരിച്ച് എന്ത് ചെയ്യും? ഓരോന്ന് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം പണിത് കഴിഞ്ഞപ്പോൾ വെള്ളത്തിന്റെ കാര്യം ഓർത്തെ അപ്പോഴാണ് കിണർ കുഴിക്കാൻ പോകുന്നത്? അല്ല, ആദ്യം കിണറാണ് പറമ്പി കുഴിക്കുന്നത്. വെള്ളത്തിന്റെ ആവശ്യം എന്താണെന്ന് ബാക്കിയുള്ള എല്ലാ പണിക്കും സിമെന്റിന്റെ കൂടെ എന്ത് വേണം? വെള്ളം വേണം. ഇനി ഇതൊക്കെ പ്രവർത്തിക്കുന്നതിൽ മിഷനറി വന്നാൽ അടുത്ത് എന്ത് വേണം? കരണ്ട് വേണം. അപ്പൊ വെള്ളം, കരണ്ട്, ഇനി വീടെല്ലാം കൂടെ ഇഷ്ടികയെല്ലാം കൂടെ അടിച്ചുവെച്ച് പണി വേണോ? അല്ല, വാനം വന്നണം, ഫൗണ്ടേഷൻ കെട്ടണം, അതിനകത്ത് മണ്ണിട്ട് നിറയ്ക്കണം, അത് കഴിഞ്ഞ് കല്ലുകൾ വെച്ച് കെട്ടണം. അതൊരു കാര്യം ആദ്യം തേച്ചേക്കാം, പറ്റുമോ? ഓരോ കല്ലെടുത്ത് തേച്ച് അങ്ങനല്ല. ജഡത്തെ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവ് വരുമ്പോ ഞാൻ എന്റെ ജഡത്തെ മരിപ്പിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാ? പോകാനിരിക്കുക, പോവും. കർത്താവ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക, ഈ ജഡത്തെ എന്ത് ചെയ്യാൻ? മരിപ്പിക്കാൻ. അപ്പോ ഇതെങ്ങനെ സാധ്യമാകും, ഇതിനെ എങ്ങനെ ജയിക്കാമെന്ന് തുടങ്ങിയ ചിന്തകൾ നമ്മളെ ഭരിക്കണം. ഈ ഭരിക്കുന്ന കാലയളവിലുള്ള ജീവിതത്തെയാണ് നമ്മളൊരു പേര് വിളിക്കുന്നത്. അല്ല, ആ ലൈഫിനെ നമ്മളൊരു പേര് വിളിക്കും. അല്ല, ഇത് വിളിക്കും. നമ്മളെ തന്നെ മരിപ്പിക്കാൻ നോക്കുന്ന ഒരു ലൈഫില്ലേ, ആ ലൈഫിൽ ഒരു പേരുണ്ട്, ക്രിസ്ത്യൻ ലൈഫ്. വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചിന്ത, എന്റെ ജഡത്തെ എനിക്ക് മരിപ്പിക്കണം എന്നൊരു ചിന്ത വേറെ ഏതെങ്കിലും മതത്തിനുണ്ടോ? ഇല്ല. ക്രിസ്ത്യൻ ലൈഫിനകത്ത് വന്നപ്പോൾ ഇതുണ്ട്. മറ്റവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അവർക്ക് എല്ലാ വർഷവും കഴിയണം. ജഡത്തെ ഈ വർഷം ചെയ്ത തെറ്റിനെ പോക്കണമെങ്കിൽ ഒന്ന് മലകറിയാൻ പറ്റും. അപ്പൊ ആ വർഷം ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ഈ മലകൾ കയറിയ എല്ലാം തീർന്നു. പക്ഷെ നമ്മൾ അതിനെ വിപരീതമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം എന്താ? നിങ്ങൾ വചനത്താൽ യേശുവിന്റെ രക്തത്താൽ നിങ്ങളെ തന്നെ ദിനംപ്രതി കഴുകി നിങ്ങളുടെ ജഡത്തെ ശുദ്ധീകരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്രിസ്തീയ ജീവിതം എന്ത് ചെയ്യണം? മുമ്പോട്ട് നയിക്കണം. ഈ മുമ്പോട്ട് നയിക്കപ്പെടുന്ന അവസ്ഥയുടെ പേര് ക്രിസ്ത്യൻ ലൈഫ്. ഇതിനകത്ത് വെച്ചാണ് ജഡത്തെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ടത്, കൊല്ലേണ്ടത്. മനസ്സിലായോ? ഉണ്ടോ? ഉണ്ടോ? ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തി തീർച്ചയായും ജഡത്തെ ദിനംപ്രതി ജയിക്കുവാൻ ഒരുക്കമായിരിക്കണം. ജഡം എന്നത് മായയായ ലോകത്ത് മാത്രം ജീവിക്കേണ്ട ഒന്നാണ്. ഈ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം എന്റെ പ്രാർത്ഥന, ഞാനും ദൈവാത്മാവും തമ്മിലുള്ള സംസാരത്തിന്റെ മാത്രം ഒരു പുസ്തകത്തെ നോക്കി എഴുതിയിട്ടില്ല, ഒരു പുസ്തകവും എന്റെ അടുത്തില്ല, മൊബൈലിൽ ഞാൻ പോയിട്ടില്ല. ഈ പറഞ്ഞു തന്നതെല്ലാം ദൈവാത്മാവ് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഉറക്കം വരും, ക്ഷീണം വരും. ഇപ്പൊ പറഞ്ഞത് ദിനം പ്രതി ജഡത്തെ ജയിക്കുന്നവനായിരിക്കും. ഇവൻ പാസ്റ്റർ ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും പിന്നെ അടുത്ത അതിന് സൂപ്രണ്ടന്റ് ആണെങ്കിലും പിന്നെ ഇനി അതിന് മേലെ ഒരു അധ്യക്ഷ സ്ഥാനമുണ്ട്, യേശുവിന്റെ പേരിന് താഴെയാണ് അവൻ ഇരിക്കുന്നതെങ്കിലും അദ്ദേഹം ഇരിക്കുന്നതെങ്കിലും ദിനം പ്രതി എന്ത് ചെയ്യണം? ജഡത്തെ മരിപ്പിച്ചിരിക്കണം. ജഡത്തെ മരിപ്പിക്കാത്ത വ്യക്തിക്ക് അവന്റെ പ്രവൃത്തി ജഡീയമായിരിക്കും. അത് കാണുമ്പോൾ സമയത്തിനു വേണ്ടി, പൈസയ്ക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പിന്നെന്താ, എനിക്ക് പ്രാർത്ഥിക്കാൻ അവസരം തന്നില്ല, എനിക്ക് പ്രസംഗിക്കാൻ അവസരം തന്നില്ല, എന്ത് കണ്ടാലും കുറ്റം. അതിന് കാരണം എന്താ? എന്നെ മാനിച്ചില്ല, എന്നെ ഉൾക്കൊണ്ടില്ല, എന്നെ കൊള്ളിച്ചില്ല, ജഡം ചേർത്തിട്ടില്ല. എനിക്ക് മുമ്പിലത്തെ സീറ്റ് തന്നെയായിരുന്നു, ഞാനായിരുന്നു ആ സീറ്റിൽ ഇരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഉറങ്ങിയിട്ട് വേണം എല്ലാവരും കാണാൻ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു മീറ്റിംഗ് പോയപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്നത് ഉറങ്ങുന്നുണ്ട്. അവിടെ വലിയ വാർത്ത ഫ്രണ്ടിൽ ഡെഡ് ബോഡി വെച്ചിരിക്കുക, ഫ്രണ്ടിൽ ഡെഡ് ബോഡി ഇരിക്കുക. മെയിൻ പ്രാസംഗിക കാർമികൻ എന്ത് ചെയ്യാം?
ആ ഫ്രണ്ടിൽ ഇരുന്ന് ഉറങ്ങുക. ദൈവത്തെ പറയിപ്പിക്കുന്ന സകല പ്രവൃത്തി ആരെയുണ്ട്? ഈ ജഗത്തിലുണ്ട്. അതുകൊണ്ടാ പറഞ്ഞ നമ്മൾ പോകുന്ന ഇടത്ത്, നമ്മൾ ഇരിക്കുന്ന ഇടം നമ്മൾ മനസ്സിലാക്കി വേണം എന്ത് ചെയ്യാൻ, പെരുമാറാൻ. നമ്മൾ എന്തെങ്കിലും നല്ല വസ്ത്രം ധരിച്ചു പോകുന്നേ, നമ്മൾ പോകുന്ന ആലയത്തിലേക്ക് നമ്മൾ ചിന്തകളുണ്ടല്ലേ. നമ്മളിപ്പോ പണിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വസ്ത്രം ധരിച്ചാണോ പോകുന്നത്? അല്ല. ആടിനെ പിടിക്കാൻ പോകുമ്പോൾ ഈ വസ്ത്രം ധരിച്ചാണോ പോകുന്നത്? അല്ല. ജഡത്തെ മരിപ്പിച്ച് ഓരോ ദിവസവും ദൈവത്തോട് അടുക്കുന്ന പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കണം. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ മുറ്റത്ത് സെറ്റിയിലിരിക്കുക. അപ്പൊ ഞാൻ ഒരാളോട് ഒരു കാര്യം പറഞ്ഞു. ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കിട്ടിയ റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിച്ച റെസ്പോൺസ് അല്ല. പെട്ടെന്ന് എനിക്ക് ഞാനത് ചെയ്യുന്ന കാര്യമുള്ളൂ, ഈ കേട്ട ആളല്ലേ എനിക്കത് ചെയ്ത് തരേണ്ടിയത് എന്നൊരു ചിന്ത എനിക്ക് പെട്ടെന്ന് ചെയ്തു എൻ്റെ ഉള്ളിൽ വന്നു. എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എന്നോട് ദൈവാത്മാവ് ചോദിക്കുക, നമ്മൾ പഠിക്കുന്ന വിഷയം കേടാത്തെ എന്ത് ചെയ്യാൻ? അപ്പൊ നിനക്ക് അതങ്ങോട്ട് വെച്ചാൽ മനസ്സിലായില്ലേ? എല്ലാം കയ്യിലോടെടുത്ത് തരണോ? ഒന്ന് വന്ന് എടുത്തു കുടിച്ചാൽ എന്നാണ് ചോദിക്കാറില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ആരും പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറില്ല നമ്മള്. അപ്പൊ അത് കേൾക്കുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്നൊരു സ്പിരിറ്റ് പറഞ്ഞിട്ട്, ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാൻ ആരാണ്? എനിക്ക് ഇവിടെ കൊണ്ട് തരേണ്ട സാധനം ഞാൻ അവിടെ പോയിടുക എന്ന് വെച്ചാൽ ഞാൻ അവന്റെ അടിമയാണ്. എന്റെ ജലന്തിയില്ല, എന്റെ ജലന്തിയില്ല, സമ്മതിക്കില്ല. അത് ഇവിടെ കൊണ്ടു തരണം. ഞാനാണ് വലുതെങ്കിൽ നീ ചെയ്യണം, അതൊക്കെ മരിക്കണം. അപ്പൊ എപ്പോഴും മരിക്കണം മോനെ, നീ അത് ചെയ്യാം, അവിടെ കൊണ്ടങ്ങോട്ട് വെക്കുക. ചിലപ്പോ എന്നോട് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, നിങ്ങളൊന്നും പറയാൻ പാടില്ല. പുള്ളിക്കാരിക്ക് മേലെങ്കിൽ എന്നോട് പറയും, ഒന്ന് പാത്രം കഴുകി തരണമെന്ന് പറയും. ഞാൻ പറയാം, അത് നിന്റെ പണി, അതിനെ ഞാൻ പാത്രം കഴുകുമ്പോൾ എന്റെ കയ്യിൽ വല്ലതും പോവോ? ഇല്ല. ചിലപ്പോൾ ഞാൻ കഴുകി കൊടുക്കും. 2 ദിവസം കഴുകിയാൽ 3-ാമത്തെ ദിവസം പാത്രം വരുമ്പോൾ ഞാൻ എന്ത് പറയും? ഇത് നിന്റെ പണിയാ, നീ തന്നെ. അങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. നമ്മളെല്ലാം മനുഷ്യർ ഇല്ലേ? മുറ്റത്ത് രാവിലെ എഴുന്നേറ്റ് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പം പുറകെ തോന്നുന്നു എന്ത് ചെയ്യണം? ആര് തോന്നണം? ഭാര്യയല്ലേ അമ്മ തോണ്ടിട്ട് ഒരു കൈയോട്, ഒരു കയ്യിലെന്താ ചായ. ഞാൻ ഇരിക്കുന്നിടത്ത് കൊണ്ട് എന്ത് ചെയ്യണം? തരണം. അത് വന്നില്ലെങ്കിലോ, പത്രം വായിച്ച് കഴിഞ്ഞിട്ടോ അത് വന്നില്ലെങ്കിലോ ഈ ഞാൻ എഴുന്നേക്കും അല്ലേ? ഇതെല്ലാം നമ്മുടെ നാച്ചുറൽ ലൈഫിനകത്ത് നടക്കുന്ന കാര്യമാണ്. ഒരു നിസ്സാര വിഷയത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, താഴാൻ പറ്റുന്നില്ല. ദൈവാത്മാവ് നമ്മളോട് സംവാദിക്കുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വിഷയങ്ങൾ സംസാരിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ രൂപാന്തരപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഒരു കുഞ്ഞു കുട്ടി നമ്മളോട് പറയാണ്, അങ്ങളെ എനിക്കത് വേണമെന്ന് പറയുമ്പോൾ അവന് കയ്യെത്താത്തതായിരിക്കും. ഇപ്പൊ ഇന്നൊരു ഉദാഹരണം ഇങ്ങനെ കളിക്കുന്ന ഒരു കോല് വേണ്ടി പറയാം. ഇതിലിങ്ങനെ 2 പ്രാവശ്യം കാണിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ട്രിക്ക് വീട് മനസ്സിലായി. ഇങ്ങനെ ഒരു വിടൽ ഇത് പൊങ്ങി അങ്ങ് പോയി. ഇത് പുള്ളിക്ക് നല്ല അരവായിട്ട് തോന്നി. പുള്ളി പിന്നെ 2ാമത് വിട്ടപ്പോ ഷീറ്റെ തട്ടിയിട്ട് വണ്ടിയുടെ മേളിൽ പോയി. ഏത്? എന്റെ കാറിന്റെ മേളിൽ. പുള്ളിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഇവിടെ വന്നപ്പോ സജനങ്ങളോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം പുള്ളിക്ക് പുള്ളിയുടെ പുള്ളക്ക് എടുക്കാൻ. അപ്പൊ എന്നെ വിളിക്കാൻ വന്നാ ഈ കിടന്ന് ഉറങ്ങുന്ന പുള്ളിയെ. അപ്പൊ കയ്യിൽ നിന്ന് സാധനം ഇങ്ങനെ വിട്ടത് നേരെ വണ്ടിയുടെ മുകളിൽ പോയി. അപ്പൊ മനുമക്കൾ വന്നിട്ട് അത് എടുത്തു തരണം. അപ്പൊ മനുമക്കളോട് വന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നീ അല്ലേ കളഞ്ഞേ, അത് നീ തന്നെ എടുക്ക്. അല്ലെങ്കിൽ ആ വർത്തമാനത്തിനാണെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് മനു പോയി എടുത്തില്ലെങ്കിൽ, മനു എടുത്തു കൊടുക്കും. അതുകൊണ്ടാ പറഞ്ഞത്. എടുത്തില്ലെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ കുഞ്ഞിനോടുള്ള മനോഭാവം എന്താ?
ഒരു കുഞ്ഞു കൊച്ചൊരു കാര്യം പറയുമ്പോൾ ആ കുഞ്ഞു കൊച്ചിന്റെ കേൾക്കാൻ കഴിയാത്ത മനോഭാവവും ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അതൊക്കെ നമ്മൾ എത്രയോ കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുന്നു അല്ലേ? എത്ര വിഷയങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യുന്നു. അമ്മൂനെ സംബന്ധിച്ച് ഒരു വിഷയം വലിയ വിഷയമാണ്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആ വിഷയം എന്താ? നമ്മൾക്ക് വിഷയമേ അല്ല. ഒരു ദിവസം വേണേൽ അമ്മ പിണങ്ങി ഇരിക്കും. കുഞ്ഞുങ്ങളുടെ മനസ്സിന് ഒത്ത് നമ്മുടെ മനസ്സ് നമ്മുടെ ജഡഗതിയില്ല. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്, ഇന്ന് ഞാൻ ഒരു നിലയിലെത്തിയത് നിന്റെ പ്രായം കഴിഞ്ഞിട്ടാ. അതുകൊണ്ട് നീ എന്ത് ചെയ്തോ? മര്യാദക്കൊക്കെ നടന്നോളാം. നിന്റെ ഒന്ന് കുറെ ഇറങ്ങി എനിക്ക് ഞാൻ നോക്കുമ്പോ ആദ്യം സൈക്കിൾ പിടിച്ചോണ്ട് പറയുക, അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഇവരെ സൈക്കിൾ പഠിപ്പിക്കുക. അപ്പൊ കൊച്ചിന്റെ മനസ്സിനോട് താതാത്മ്യപ്പെട്ട ആ ജഡത്തിന്റെ പ്രവൃത്തിയാണോ അത് വരുന്ന? അതുകൊണ്ട് ആ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതല്ല. ആ പറയുന്നതിനകത്തൊരു വലിയ ദൈവപ്രവൃത്തി ഉണ്ട്. നമ്മൾ താഴേണ്ടടുത്ത് നമ്മളല്ലാതെ ആയി മാറേണ്ട പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോ നമ്മൾ ചെറുതായേ പറ്റൂ. സ്ഥാനമാനങ്ങളൊക്കെ വേറെ, പക്ഷേ ആ ഒരു പ്രവൃത്തി നടക്കുന്ന ഇന്നിപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണേ. ഇന്ന് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഓരോ ദിവസവും നമ്മുടെ ജഡത്തെ മരിപ്പിക്കണം. ഇതൊരു വലിയ പ്രോസസ്സാണ്. നമ്മളിത് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർത്തിട്ട് ഞാൻ അടുത്ത സബ്ജക്റ്റിലേക്ക് പോകണമെന്ന് വിചാരിച്ചപ്പോൾ ദൈവം ബേസിക്കാണ്. നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതിനടിയേക്ക് പഠിച്ചു. ജഡത്തിന്റെ മരണം എങ്ങനെ സംഭവിക്കണം, പിശാച് ഏത് തലത്തിലാണ് ആ ജഡത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ കൊണ്ട് ഡംപ് ചെയ്യുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്നത്, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. അപ്പൊ തന്ത്രങ്ങളെ പറഞ്ഞു തന്നിട്ട് വേണ്ടേ തന്ത്രങ്ങളെ കുറിച്ച് കേൾക്കാൻ? അപ്പൊ അത് നമ്മൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ജയിക്കുന്നവന് അവന് കൊടുക്കും, ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പൊ ജയിക്കണം. എവിടെ ജയിക്കണം? ജഡത്തിൽ ജയിക്കണം. പേരോ പ്രസക്തിയോ അല്ലെങ്കിൽ വീട്ടുപേരോ അല്ലെങ്കിൽ മക്കളുടെ ഡിഗ്നിറ്റിയോ അവരുടെ ജോലിയോ ഒന്നും ഇവിടെ പ്രശ്നമല്ല. എല്ലാം വ്യക്തിപരമാണ്. മക്കളും ദൈവവുമാണ് കണക്ഷൻ, അമ്മയും ദൈവവുമാണ്, അപ്പനും ദൈവവുമാണ്, നമ്മളും ദൈവവുമാണ്, ഭാര്യയും ദൈവവുമാണ്, ഭർത്താവും ദൈവവുമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂടെ നടന്നിങ്ങനെ ചൊറിയാനേ, നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യും? ചൊറിയും. പുറത്തിരിക്കുന്ന ജഡം നമ്മൾ തനി ജഡമായിട്ട് രൂപാന്തരം പ്രാപിക്കും. ചിലപ്പോ കയ്യിലിരിക്കുന്നതൊക്കെ എടുത്ത് എന്ത് ചെയ്യും? എറിയും. ചിലപ്പോ ഒരു ഒച്ചപ്പാടും പേറും കേൾക്കും. ചിലപ്പോ നമ്മൾ വിദ്യയെന്ന് ഇറങ്ങി വരും. ഇങ്ങനെയുള്ള പല പ്രവൃത്തികളും എന്ത് ചെയ്യും? ഈ ജഡം ചെയ്യും. കാരണം ഇവന് സഹിക്കാൻ പറ്റത്തില്ല. ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ എന്റെ അടുത്ത് പാട്ട് പാടാൻ പറയുമ്പോൾ ഞാൻ പാട്ട് പാടുന്നു. ആരാ പാടുന്നത്? ജഡം. എന്നോട് പ്രസംഗിക്കാൻ പറയുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്നു. ആരാ പ്രസംഗിക്കുന്നത്? ജഡം. എനിക്ക് വഴക്ക് പിടിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ആരോട് വിളിക്കുന്നു? ഞാൻ വിളിച്ചോട് വഴക്ക് പിടിക്കുന്നു. ആരാ ചെയ്യുന്നത്? ജഡം. ഒറ്റ ഇടി കൊടുക്കുന്നു തോന്നുന്നു. അതായത് ഈ പാത്രങ്ങളൊക്കെ വലിച്ചെറിയാൻ തോന്നുന്നു. ആരാ ചെയ്യുന്നത്? ജഡം. ഈ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. പക്ഷേ അത് ഈസി. നാളെ മുതൽ ഞാൻ തിരിക്കുന്നു. അന്നേരം ഇന്നത്തെ കാര്യം പറയാൻ നമ്മള് നാളെ മുതൽ ഞാൻ മാനസാന്തരപ്പെട്ടിരിക്കും, ഞാൻ പഴയ ആള് അല്ല. അങ്ങനെയല്ല. ജഡം എന്നത് മായയായ ലോകത്ത് മാത്രം ജീവിക്കാൻ ഒന്നാണ്. എന്താണ് മായയായ ലോകം? അഴിഞ്ഞു പോകുന്ന ഈ ലോകം, അതാണ് മായയായ ലോകം. ഈ ജഡം എവിടെ ഉള്ളൂ? ഈ ഭൂമിയിൽ ജീവിക്കാൻ മനുഷ്യന് ദൈവം കൊടുത്ത ഈ ഭൂമി എന്ന് പറയുന്ന പ്ലാനറ്റിന് മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഈ ശരീരമാണെ മാത്രമേ പറ്റത്തുള്ളൂ.
ചന്ദ്രനിൽ പോകുമ്പോ ഈ ശരീരം കൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവര് എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാ കവറും ബാഗ് ഹെൽമെറ്റും ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ചന്ദ്രനിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഈ ശരീരത്തിന് പോകാമെങ്കിൽ അവർ പോകില്ലേ? ഈ ശരീരത്തിന് ഇത്ര അടി ഉയരം കഴിഞ്ഞാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ശരീരം എവിടെ ജീവിക്കണം? ഭൂമിയിൽ ജീവിക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ശരീരത്തിനകത്ത് ഈ ജഡം എന്ന് പറയുന്ന സംഗതി ഈ മായയായ ലോകത്ത് ഉപേക്ഷിച്ചു പോകേണ്ട ഒന്നാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് യേശു മരിച്ച് തന്റെ ശരീരം എവിടെ വിട്ടേ? ഭൂമിയിൽ വിട്ടേ. ഭൂമിയിൽ ജനിച്ച ശരീരം ഭൂമിയിൽ വിട്ടേച്ച് രൂപാന്തരപ്പെട്ട ശരീരം സ്വർഗത്തിലേക്ക് പോയി. ഇതാണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിനകത്തും എന്ത് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് 1 മാസം 2 മാസം 3 മാസം 6 മാസം 1 കൊല്ലം കഴിയുമ്പോൾ ശരീരമില്ല അവിടെ, പിന്നെ അസ്ഥികൾ മാത്രമേ ഉള്ളൂ. ഈ ശരീരമാകുന്ന അല്ലെങ്കിൽ ശരീരമായിരുന്ന അസ്ഥി ആയിരുന്ന വ്യക്തി 10 വർഷം 50 വർഷം കഴിയുമ്പോൾ പിന്നെ അവിടെ ഇല്ല. ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, കാഹളം ധ്വനിക്കുമ്പോൾ ഇല്ലാത്തത് ഉള്ളതുപോലെ ഉണ്ടായി അതിന് രൂപാന്തരം പ്രാപിക്കും. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ജഡമെന്തെയും രൂപാന്തരം പ്രാപിച്ച് അവരെന്ത് അക്ഷയരായി ഉയർത്തും. അവർ പുതിയ ശരീരത്തോടെ അവരിനി എവിടെയാ ജീവിക്കാൻ പോകുന്ന? ഭൂമിയിലാണോ? അല്ല, സ്വർഗത്തിൽ ജീവിക്കുവാനുള്ള ഫുൾ ബോഡി അവർ വരും. മനസ്സിലായോ? ഇത് പ്രാപിക്കണമെങ്കിൽ ആകെ ഒരു തടസ്സം ഈ ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അത് സീരിയസ്നെസ് മനസ്സിലായോ? ഇത് പ്രാപിക്കാതിരിക്കാൻ പിശാച് ടെക്നോളജി യൂസ് ചെയ്യുന്നത് ഈ ജഡത്തിനകത്താണ്. ഈ ടെക്നോളജിയെ ഇന്ന് രാത്രി നമ്മൾ ചെയ്യാൻ പോകണം, മനസ്സിലാക്കി അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ പോവാം. മണ്ണ് ഭൂമിയിൽ നിന്ന് എടുത്തതാകയാൽ ആണ് ശരീരം ജീർണിക്കുമ്പോൾ മണ്ണിലേക്ക് എന്ത് ചെയ്യുന്നത്, മടങ്ങിപ്പോകുന്നത്. കാരണം എന്താ? ഏത് തോട്ടത്തില് മനുഷ്യനെ ആക്കുന്നതിന് മുമ്പ് യഹോവയായ ദൈവം ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് അവനെ ഉണ്ടാക്കി എന്ന് വചനം പഠിപ്പിക്കും. നമ്മൾ പഠിച്ചതാ. പക്ഷെ ഇവിടെ പറയുന്ന നമ്മൾ ചിന്തിക്കുന്ന കാര്യം, ഈ മണ്ണിലേക്ക് ഇത് തിരിച്ച് ചേരാൻ കാരണം ഇത് എടുത്തത് അവിടെ നിന്നായതുകൊണ്ടാണ്. പ്ലാസ്റ്റിക് മണ്ണിൽ നിന്നാണ് എടുത്തത്. ഇതെന്തേ പ്ലാസ്റ്റിക് എന്തേ മണ്ണിലോട്ട് ചേരാത്ത? അത് അവിടെ നിന്ന് എടുക്കാത്തതായതുകൊണ്ടാണ്. മനസ്സിലായോ? ഇരുമ്പ് എത്ര വർഷം കഴിഞ്ഞാലും പതുക്കെ പതുക്കെ ദ്രവിച്ച് എന്തിനോട് ചെയ്യും? മണ്ണിനോട് ചെയ്യും. കാരണം അത് അവിടെ നിന്നാണ് വന്നത്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പല മിശ്രിതങ്ങളുടെ സൃഷ്ടിപ്പായതുകൊണ്ട് അത് മണ്ണിൽ നിന്ന് എടുത്തതല്ല. അതൊരിക്കലും എന്ത് ചെയ്യില്ല, മണ്ണിലേക്ക് പെട്ടെന്ന് ഇഴുകി ചേരത്തില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം, നമ്മൾ ഈ ശരീരം മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോകണം. അടുത്ത ഭാഗത്തിൽ നമ്മൾ പഠിക്കും ദേഹി. മനസ്സിലായി? ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ദേഹം, ജഡം. ഉദാഹരണം നമ്മൾ പറഞ്ഞു, ഇത് ഒരിക്കലും മണ്ണിലേക്ക് ചേരാത്ത ഒരു വസ്തുവാണ്. ഏത്? പ്ലാസ്റ്റിക്. ജഡത്തിൽ ദൈവികത നടന്നാൽ മാത്രമാണ് ജഡത്തിന് രൂപാന്തരം സംഭവിക്കുള്ളൂ. ജഡത്തിൽ എന്ത് സംഭവിക്കണം? ദൈവികത സംഭവിക്കണം. നമ്മുടെ ജഡത്തിന് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം, പരിശുദ്ധ ആത്മാവ് നമ്മുടെ ജഡത്തിൽ എന്ത് ചെയ്യണം? വസിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ. നമ്മൾ പഴയ ആള്, എന്റെ പഴയ സ്വഭാവമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പറയാറില്ലേ, എന്റെ പഴയ സ്വഭാവം ആയിരുന്നെങ്കിൽ ഞാൻ മുണ്ടൊക്കെ മുടക്കി കൊടുത്തിട്ട് പറയും അല്ലേ? അപ്പൊ പഴയ സ്വഭാവം ആയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇപ്പോഴും ആ സ്വഭാവം ഒന്നും 1 മിനിറ്റ് നേരത്തേക്ക് ആവശ്യമുണ്ടെന്നല്ലേ? ഇന്നിപ്പോ ഈ വഴക്കുണ്ടാകുന്ന സമയത്ത് എനിക്ക് ആ സ്വഭാവം വേണമെന്നുള്ളതല്ലേ അതിനർത്ഥം? മരിച്ചുപോയ ഒരു സംഗതി എങ്ങനെ തിരിച്ചു വരും? ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ എന്തായിരുന്നോ അത് ഞാൻ ഇന്ന് ഈ നിമിഷം വഴക്കുണ്ടാക്കുന്ന സമയത്ത് എനിക്ക് അത് 1 മിനിറ്റ് നേരത്തേക്ക് വേണം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനർത്ഥം ഞാൻ അന്ന് അതിനെ കുഴിച്ചിട്ടില്ല. ശരിയല്ലേ? ഞാൻ എന്ത് കണ്ടാലും ചെയ്യും.
എന്റെ ചെറുപ്പം മുതലുള്ള ശീലമാണ്. ഞാൻ കണ്ടത് പറയും, ഞാൻ കാണാത്ത പറയില്ല, കണ്ടത് നല്ല കാര്യമാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ആ സ്വഭാവത്തെ എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ആ സ്വഭാവം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഇവനെ ഞാൻ എന്ത് ചെയ്തതാ? ഒന്നതാ. ഇവനെ ഞാൻ ഇത്ര വർഷങ്ങൾക്ക് 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്ത് ചെയ്താ? കൊന്നതാ. അവൻ എന്ത് ചെയ്തു? വീണ്ടും തലമുക്കി. അതിനർത്ഥം അവൻ എന്ത് ചെയ്തിട്ടില്ല? മരിച്ചിട്ടില്ല. ജഡം മരിക്കുക എന്ന് പറയുന്നത് ബിഗ് പ്രോസസ്, ഒരു വലിയ പ്രോസസ് ആണ്. ഈ പ്രോസസ്സിന്റെ സഹായം ഉയരത്തിന് മാത്രമേ ഉള്ളൂ. ആമേൻ. ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ഒരു ആത്മീയനാകണമെങ്കിൽ ജഡവും മനസ്സും മാത്രം പോരാതെ വരുന്നത് എന്നുള്ളതാണ് വാസ്തവം. മനസ്സിലായോ? ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ഒരാത്മീയനാകണമെങ്കിൽ ജഡവും മനസ്സും മാത്രം വിചാരിച്ചിട്ടില്ല. അങ്ങനെയാവോ? അങ്ങനെയാണ് എല്ലാവർക്കും ആത്മീയമാവാം. ഈ ജഡവും എന്റെ മനസ്സും കൂടെ തീരുമാനിക്കാൻ നാളെ മുതൽ ഞാൻ വെള്ളെ ഇടത്തുള്ളൂ, ഞാൻ ഇത് പൂർണ്ണ ആത്മീയനാണെന്ന് തീരുമാനിച്ച ആത്മീയനാവോ? ഇല്ലെന്നേ. അതിന് ഒരാളോട് ചിന്തിക്കണം, പരിശുദ്ധി ആത്മാവോട് ചിന്തിക്കണം. അതാ പറയുന്നത്. അവനിലുള്ള ആത്മീയ മനുഷ്യനും കൂടെ ഉണർന്നാൽ മാത്രമാണ് ജഡത്തെയും അല്ലെങ്കിൽ ജീവനെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. ജനനം മുതൽ മരണം വരെ ജീവന് ഒന്നും ഈ ശരീരത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. ഹലോ, കൂടി വാസു, ഞാൻ എത്ര നേരം ഞാൻ നോക്കിയിരിക്കുന്നു. ഒരു വ്യക്തി ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ അവന്റെ ശരീരത്തിലുള്ള ജീവന് അവന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റുമോ? ജനത്തിന് പറ്റും. മനസ്സിലായോ? മനസ്സിലായോ? ഒരു വ്യക്തി ജനിക്കുന്നു, അപ്പോൾ ജനിക്കുന്ന വ്യക്തിയിൽ എന്തുണ്ട്? ജീവനുണ്ട്. ഈ വ്യക്തി മരിക്കുന്നു, അതുവരെ ആ ജീവൻ എവിടെ ഉണ്ട്? ആ ശരീരത്തിനകത്തുണ്ട്. പക്ഷേ ആ ജീവന് ഈ ജഡത്തിന് വേണ്ടിയോ ഈ വ്യക്തിക്ക് വേണ്ടിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? ജനനം മുതൽ മരണം വരെയുള്ള ഈ കാലയളവിനിടയ്ക്ക് ആ ജീവനായി വന്ന ജീവൻ, ദൈവം അയച്ചിട്ട് വന്ന ജീവന് ഈ ജഡത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അവൻ അവിടെ കുടികൊള്ളാൻ മാത്രമേ പറ്റത്തുള്ളൂ. എവിടെ? ഈ ജഡത്തിനകത്ത്. ജീവൻ പോയ ജഡം ചത്തു. ജീവനുണ്ടെങ്കിൽ ജീവൻ എന്ന് പറയുന്ന സംഗതി നമ്മൾ പലപ്പോഴും ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സാധനം, നമ്മളൊരു വീട് പണിത് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്തു? കയറ്റി വിട്ടു. ഈ ഇലക്ട്രിസിറ്റി കയറ്റി വിട്ടു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഐറ്റം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ലൈറ്റ്, ബൾബ്, ഫാന്. മനസ്സിലായില്ലേ? ഇനി ഈ ഇലക്ട്രിസിറ്റി വിചാരിക്കുക ഞാനൊരു വീട് പണിയെന്ന് വെച്ചാൽ വരുമോ? ഇലക്ട്രിസിറ്റി വിചാരിക്കുക ഞാനൊരു വീട് പണി നടക്കുമോ? ഇലക്ട്രിസിറ്റി വിചാരിക്കുക നമ്മുടെ പഞ്ചായത്ത് വഴിയില്ല, ഞാൻ വഴി വെട്ടിയിട്ട് പറ്റുമോ? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വസിക്കുന്ന ജീവൻ ദൈവം അയച്ചിട്ട് വരുന്നു, ദൈവം വിളിക്കുമ്പോൾ പോകുന്നു. അതുവരെ ഈ ജഡത്തിന്റെയും ആത്മീയതയുടെയും നടുക്ക് കിടന്നെന്ത് ചെയ്യാം? ഞരങ്ങുകയാണ്. ക്ലിയറായോ? അത് 3 പാർട്ട് നമ്മൾ തിരിക്കുമ്പോഴാണ് മനസ്സിലാവും. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാണൻ, ആത്മാവ്, പിന്നെ ദേഹി, ദേഹം. ദേഹം ജഡം അല്ലേ? ഉണ്ടോ? എല്ലാവരോടും ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. ജീവന് ഈ ശരീരത്തിൽ, എന്റെ ജീവന്, സജിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവന് സജിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ അകത്തിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ജീവൻ വിചാരിക്കുക എന്തൊരു കസേര എടുത്ത് മാറ്റി വെക്കാൻ പറ്റുമോ? അതെന്റെ ജഡം വിചാരിക്കണം, വേണ്ടേ?
ആ ഷർട്ട് ഇടണം, ജീവൻ വിചാരിച്ച് നടക്കുവോ? ഇല്ല. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത, ജീവൻ വിചാരിച്ചാൽ ഇതൊന്നും നടക്കത്തില്ല. പക്ഷെ ജഡം വിചാരിച്ചാൽ ഈ ജീവനെ എടുക്കാം. പറ്റുമോ? തിരിച്ചു അങ്ങോട്ട് പറ്റത്തില്ല, പക്ഷെ ഇങ്ങോട്ട് ഞാൻ ഇനി ജീവിക്കുന്നില്ല. ആര് പറയാ? അപ്പോഴും ഇവന് പേടിയാണ്. ഇവന് ഇനി എന്നെ കൊള്ളരുതേമ ചെയ്യാൻ പോകുന്നു. അപ്പൊ തന്നെ ഒരു ക്രിയ ചെയ്തു. ഇത് കണ്ടു നിന്ന് നമ്മൾ അവന്റെ ജീവൻ പോകുന്നു കൊണ്ടുപോകും. നമുക്കറിയാം ഈ രക്തം മൊത്തം വാർന്നു പോയ ഇവന്റെ ജീവൻ പോകും. ഈ ജീവൻ വല്ലതും ചെയ്തിട്ടാണോ അവനെ വെച്ച്? അല്ല, നമ്മൾ അവനെ രക്ഷിക്കാൻ വേണ്ടി ജഡമെടുത്തോണ്ട് ഓടി രക്ഷപ്പെട്ടു. ഇനി തിരിച്ച് രക്തം പോകാത്ത രീതിയിൽ ഈ ഫാന് ബലമുണ്ടോ എന്ന് നോക്കിയാലോ? ജീവൻ 10 സെക്കൻഡിൽ കൂടുതൽ ശരീരത്തിൽ എന്തില്ല, നിൽക്കില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു, പിള്ളേരെ കൊള്ളുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ജീവൻ ദൈവം അയച്ചിട്ട് വന്നതാണെങ്കിൽ ആ ജീവന് വസിക്കാൻ ദൈവം കൊടുത്ത ആലയം അല്ലെങ്കിൽ ഒരു മന്ദിരമാണ് ശരീരം. ഈ ശരീരത്തെ ദൈവത്തിന് വേണം. ഈ ശരീരത്തെ ശത്രു എടുത്തോണ്ട് പോകുന്ന ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിന്റെ ജീവൻ എവിടെ ഇരിക്കുന്നു? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ജീവൻ ദൈവത്തിൽ നിന്ന് വരുന്നു. ജീവൻ രക്തത്തിൽ അടങ്ങിയിരിക്കുന്നു. അവന്റെ രക്തം എന്നോട് നിലവിളിക്കുന്നു. അവന്റെ രക്തം ഇതൊരു വലിയ സംഗതിയാണ്. അവന്റെ രക്തം എന്തായിരിക്കും ദൈവത്തോട് നിലവിളിച്ചത്? അവന്റെ ആയുസ് തീരുന്നതിന് മുമ്പ് അവന്റെ വസിക്കേണ്ട ജഡത്തെ ആര് നശിപ്പിച്ചു? അവന്റെ ബ്രദർ നശിപ്പിച്ചു. ദൈവം വെച്ച ആയുസ് പൂർത്തീകരിക്കാൻ പറ്റില്ല. അപ്പൊ അവന്റെ ജഡത്തിൽ നിന്ന് ആ ആത്മാവ് മാറിയിട്ട് ആത്മാവ് നിലവിളിക്കുന്നതാ പറഞ്ഞേ. ദൈവം അതൊരു കുറ്റമായിട്ടല്ലേ ആരോപിച്ചേ? അവന്റെ ആത്മാവ് എന്നോട് നിലവിളിക്കുന്നു, നീ അവനെ എന്നാ ചെയ്തേ? അങ്ങനല്ലേ ചോദിച്ചേ? ആ, ഞാൻ തന്നെ അവന്റെ കാവൽക്കാരനാണ്. ഈ ജഡമെന്ന് പറയുന്ന അതിനകത്ത് ജീവൻ എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. അപ്പൊ ജഡവും മനസ്സും കൂടെ തീരുമാനിച്ചാൽ പോരാ. എന്ത്? ആത്മാവും കൂടെ തീരുമാനിച്ചാൽ മാത്രമേ ജഡത്തെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റത്തുള്ളൂ. മനസ്സ് മന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ദേഹിയുടെ ഇഷ്ടം നടത്താൻ ജഡം ആവശ്യമാണ്. എന്റെ മനസ്സൊരു കാര്യം തീരുമാനിച്ചാൽ അത് ചെയ്യാൻ എന്ത് വേണം? ജഡമാണ്. ആത്മീയത എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. ഇതിന് ജഡത്തിന്റെ ഒരു പ്രവൃത്തികളുമായി യാതൊരു ബന്ധവുമില്ല. ആത്മീയത എന്ന് പറയുന്നത് ജഡത്തിന്റെ പ്രവൃത്തിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സംഗതിയാണ് ആത്മീയത. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ജഡവുമായിട്ട് ഈ ആത്മാവിധിയില്ല, ചേരത്തില്ല. എത്ര പറഞ്ഞിട്ടും ഈ ജഡവുമായിട്ട് എന്ത് ചെയ്തില്ല? നമ്മുടെ പരിശുദ്ധാത്മാവ് അശുദ്ധമായ സ്ഥലത്ത് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യില്ല? വസിക്കത്തില്ല. ജഡത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മീയനായി മാറാനും സാധിക്കത്തില്ല. ജഡത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ജഡമാണ് എനിക്ക് മുന്നിൽ എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ആത്മീയനാകാൻ പറ്റത്തില്ല. എനിക്ക് ആകാൻ പറ്റും, പുറമെ എന്ത് കാണിക്കാൻ പറ്റും? ആത്മീയത കാണിക്കാൻ പറ്റും, കപട ഭക്തി കാണിക്കാൻ പറ്റും. അതാണ് അതിന്റെ കാരണം. ജഡവും ആത്മാവും അല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തിയുടെ നേരെ വിപരീതമാണ് ആത്മാവിന്റെ പ്രവൃത്തികൾ. ജഡവും ആത്മാവും തമ്മിൽ ചേരത്തില്ല. കാരണം ഇതിന്റെ രണ്ടിന്റെ പ്രവൃത്തികൾ ഡയറക്ഷൻ രണ്ടാണ്. കുശുമ്പും മുന്നായ്മയും ദേഷ്യവും ഈർഷ്യയും പിണക്കവും സ്വന്തപക്ഷവും പകയും ഒക്കെ എവിടെ ഉണ്ട്? ജഡത്തിലുണ്ട്. ആത്മാവിന്റെ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യം, ഇന്ദ്രിയം, പിന്നെ ഈ വകയ്ക്ക് വിരോധമായി അതൊരു രണ്ട് ധ്രുവത്തിലിരിക്കുന്ന സംഗതിയാണ്. കുറച്ച് ജഡവും കുറച്ച് ആത്മാവോട് ഇരുത്താന്ന് വെച്ചാൽ ഇരിക്കത്തില്ല. എനിക്ക് എല്ലാ തരത്തിലും ഇല്ലെങ്കിലും
കുറച്ചൊക്കെ ഉള്ളൂ, അപ്പുറത്തൊന്നും കുറച്ച് നന്മ എനിക്കുണ്ട്. എവിടുന്നുണ്ട്? ആത്മാവിന്റെ ഫലത്തിൽ നിന്ന് കുറച്ചെനിക്കുണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികൾ കുറച്ചുണ്ട്. അതുകൊണ്ട് കർത്താവ് എന്നോട് തീര കോപിക്കുന്നില്ല. നോ, കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ എന്തില്ല, വസിക്കുന്നില്ല. ജഡത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്നവൻ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുന്നു. അതിനകത്ത് ആത്മാവിന്റെ ഇഷ്ടം എങ്ങനെ നിവർത്തിക്കും? പറ്റുമോ? പറ്റത്തില്ല. പുറമെ എഴുന്നേറ്റ് നിന്നാൽ പുറക്കം പോകുന്നതായിരിക്കും. അത് തന്നെ ആത്മാവിന്റെ പ്രവൃത്തികൾ എന്നും നിലനിൽക്കുന്നതും ജഡത്തിന്റെ പ്രവൃത്തികൾ നശിച്ചു പോകുന്നതായിരിക്കും. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ചെയ്യുന്ന ആത്മീക പ്രവർത്തനങ്ങളാണ് ഒരിക്കലും മരിക്കാത്തത്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടിയോ ദൈവനാമത്തിനു വേണ്ടിയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വചനം പഠിപ്പിക്കുന്നു, നീതിയുടെ കിരീടം, വിശ്വസ്തതയുടെ കിരീടം നിനക്ക് വേണ്ടി വരുന്നുണ്ട്. ഈ ഭൂമിയിൽ ചെയ്തതിന് സ്വർഗത്തിൽ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആത്മീയത മാത്രമേ സ്വർഗത്തിൽ നിലകൊള്ളുന്നുള്ളൂ. ജഡത്തിന്റെ ഒരു പ്രവൃത്തികളും സ്വർഗത്തിലില്ല. ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്തവൻ എവിടെ പോകും? നരകത്തിൽ പോകും. ജഡത്തിൽ ദേഹി അല്ലെങ്കിൽ ജീവനെ നൽകുന്നത് ദൈവമാണ് എന്നാണ് ഈശ്വര വിശ്വാസികൾ വിശ്വസിക്കുന്നത്. എന്നാൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ അല്ലെങ്കിൽ ജഡത്തിന് ജീവനെ നഷ്ടപ്പെടുത്തുവാൻ കഴിയും. ഉദാഹരണം, ആത്മഹത്യ. നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തവരാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും പിശാച് പറയുന്ന ഒന്നാമത്തെ വാക്കാണ് എനിക്ക് എന്ത് ചെയ്യണം? മരിക്കണം. ഞാൻ ചാകും, എനിക്ക് മരിക്കണം. ഞാൻ ചാകും, എനിക്ക് മരിക്കണം. ഇത് പറയുന്നത് ആരാണ്? ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ശരീരത്തിൽ വാഴുന്നത് കൊണ്ടാണ്. ജഡത്തെ നശിപ്പിക്കുന്ന പ്രവൃത്തികൾ ജീവനെ കെടുത്തു കളയുവാൻ കാരണമാണ്. ഒരു മനുഷ്യന്റെ ജഡത്തിൽ ഉള്ള അല്ലെങ്കിൽ ഹൃദയം, ഈ ഹൃദയത്തിനകത്താണ് ആര് വസിക്കാൻ ആഗ്രഹിക്കുന്നത്? ദൈവം വസിക്കാൻ. ഒരു ജഡത്തിന്റെ അകത്തിരിക്കുന്ന ഹൃദയത്തിനകത്ത് ഒരാൾക്ക് വസിക്കാൻ ആഗ്രഹമുണ്ട്. അതാണ് ഞാൻ നിന്റെ ഹൃദയവാദത്തിൽ കൂട്ടുന്നു. അപ്പൊ അതിനർത്ഥം എന്നാ? ഈ ജഡത്തിൽ പൂർണ്ണമായിട്ടല്ല ആര് വസിക്കുന്നത്? ദൈവം വസിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് നമ്മുടെ ഹൃദയം മെയിൻ കോറിലാണെന്ന്. നമ്മുടെ ചിന്തകളും ഇഷ്ടങ്ങളും നമ്മുടെ നിരൂപണങ്ങളും എല്ലാം വിചാരങ്ങളെല്ലാം പോയിരിക്കുന്ന സ്ഥലം എവിടെയാ? ഹൃദയത്തിലാണ്. പകയൊക്കെ പോയിരിക്കുന്ന എവിടെയാ? സംഹരിച്ചു വെക്കുന്നിടത്താണ് ദൈവത്തിലിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ വേണം ആഗ്രഹിക്കാൻ ദൈവത്തിൽ. ഇവിടെ നിന്ന് ദൈവം പ്രവർത്തിക്കുമ്പോ ഈ ഹൃദയത്തിനകത്തു നിന്ന് ബ്ലഡ് പമ്പ് ചെയ്തിട്ടാണ് ശരീരത്തിലേക്ക് എത്തുന്നത്. എന്ന് വെച്ചാൽ യേശുവാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ആ പമ്പ് ചെയ്യുന്ന രക്തക്കുഴലുകൾക്ക് അകത്തൂടെ പുറത്തു വരുന്ന പ്രവൃത്തി എല്ലാം ആത്മീയതയായിരിക്കും. അരമണിക്കൂറൊക്കെ എഴുതുന്ന ക്ലാസ് ആയത് 1.5 മണിക്കൂറൊക്കെ എഴുതാൻ ഉറങ്ങി ഒരുപാട് വരും. നമ്മൾ മറ്റേ 4 പോയിന്റ് പറഞ്ഞിട്ട് നേരെ എവിടെ വന്നു? ഹൃദയത്തിലേക്ക് 3/4 മണിക്കൂറായി. 4 പോയിട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ 3/4 മണിക്കൂറായി. നമ്മൾ ഉറങ്ങി എടുത്തപ്പോ നമ്മളിപ്പോ 4 പോയിന്റ് എത്തിക്കുക. ഏത് 4 പോയിന്റ്? ആദ്യം നമ്മൾ ഉറങ്ങില്ലേ? നമ്മുടെ കുഴപ്പമല്ല. ഇത് കേൾക്കാനും ഇത് പഠിക്കാനും ആരും സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്തിടാൻ കാരണം. നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോ കേൾക്കാം, ഫ്രീ ആയിട്ടിരിക്കുമ്പോ കേൾക്കാം. നമ്മളിത് കേൾക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യില്ല, അവിടെ കിടക്കേണ്ട വേറെ കാണാത്തവര് നമ്മളിത് നേരിട്ട് ലൈവായിട്ട് കേട്ടു. ഈ കാണാത്തവർക്കുള്ളതാണ്. അത് അങ്ങനല്ല. ഇത് നിങ്ങൾ വീണ്ടും കേട്ടു നോക്കിക്കേ. നിങ്ങൾ കേൾക്കാത്ത ഒരു വചനം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കേട്ടു നോക്കോ? ഇല്ലെങ്കിൽ പറഞ്ഞോ? ഇല്ലേ? ഉണ്ട്. നമ്മളിപ്പോ കേൾക്കാത്തത് നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. വീണ്ടും കേൾക്കാൻ പറ്റും. പുതിയതൊന്നും കേൾക്കാൻ പറ്റും. കേട്ടോ? ജീവൻ രക്തത്തിലാണെന്നും രക്തം ദൈവത്തോട് നിലവിളിക്കുന്നതായി നമ്മൾ വചനത്തിൽ കാണുന്നു. ജീവനുള്ള ഏത് മൃഗത്തിനും മനുഷ്യനും രക്തമുള്ളതായി നാം കാണുന്നു. ശരിയല്ലേ? എല്ലാ മൃഗത്തിനും എന്തുണ്ട്?
രക്തമുണ്ട്. കോഴിയൊക്കെ ഇറക്കുമ്പോൾ ആ രക്തം മൊത്തം പുറത്തു വരും. ജീവന്റെ തുടുപ്പ് നാഡീ നരമ്പുകളിൽ നിന്നും ജീവന്റെ തുടിപ്പ് നാഡീ നരമ്പുകളിലാണെന്ന് വൈദ്യശാസ്ത്രം ചെയ്തു കണ്ടെത്തി. അപ്പൊ ജീവൻ എവിടെയാണെന്ന് ഈ നാഡിയെ പിടിച്ചു നോക്കിയാൽ അതാരാ കണ്ടുപിടിച്ചേ? വൈദ്യശാസ്ത്രം. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പറഞ്ഞു, ചിലർ പറയാറുണ്ട് എന്റെ സഹോദരൻ മരിച്ചതിന് ശേഷം വെന്റിലേറ്ററിൽ ഇട്ടിരുന്നു, അയാൾ മരിച്ചിട്ട് ഒത്തിരി നേരമായി, ഞങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, ഈ രണ്ടുപേരിലെ ഇങ്ങനെ ഈ കഴുത്തിന്റെ താഴെ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ വെന്റിലേറ്ററിലാണ് പറഞ്ഞിരിക്കുക. അപ്പൊ ആ വ്യക്തി വെന്റിലേറ്ററിൽ കിടക്കുക. അപ്പൊ നമ്മൾ അടുത്തിരുന്നു. അപ്പൊ നമ്മൾ നൈസായിട്ട് പതുക്കെ കൈ ഇങ്ങനെ വെച്ച് നോക്കി ഇവിടെ നാടി ഇരിക്കും. ഒരു നാടി ഇടിക്കുന്നില്ലെങ്കിൽ ഇവിടെ നാടി ഇടിക്കും. ഇനിയിപ്പോ ഒന്നുമില്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, ആ എന്ത് ഈസിക്ക് ഓണാക്കാൻ പറഞ്ഞാൽ മരിച്ച വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ലൈൻ നേരെ പോകും, അല്ലാത്താണെങ്കിൽ ഇങ്ങനെ. പിന്നെ ഈ നേരത്തെ മരിച്ചു പോയ ആളാണെങ്കിൽ ആളുടെ ശരീരം എന്ത് ചെയ്യും? മരവിക്കും. പിന്നെ ആളെ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആളുടെ പുറംഭാഗം മൊത്തം എന്ത് ചെയ്യാൻ പറ്റും? കരിനീലിരിക്കുന്നത് കാണാൻ പറ്റും. ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ വൈദ്യശാസ്ത്രം എന്ത് ചെയ്യാം? ചൂടുണ്ടാവില്ല, തണുത്തിരിക്കുന്നൊക്കെ പറഞ്ഞു. ശരിയാണ്. വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചത് നാഡീനരമ്പുകളെ പിടിച്ചു നോക്കിയാൽ ജീവനുണ്ടെന്ന് അറിയാമെന്നുള്ളതാണ്. ഈ ലോകത്തിലുള്ള എന്തിനേക്കാളും അത്ഭുതകരവും ഭയങ്കരവുമായി ദൈവം ആരെ സൃഷ്ടിച്ചിരിക്കുന്നു? നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മളൊരു കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാനുള്ള ഓപ്പറേഷൻ തിയേറ്ററിന്റെ വലിപ്പം കണ്ടിട്ടുണ്ടോ? ആരും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയില്ലേ? ഡെലിവറി ടൈമിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ടുണ്ടോ? നമ്മുടെ വയറ് ഇടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറാത്തവരുണ്ടോ? കയറിയിട്ടുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും ആവശ്യം കയറിയിട്ടുണ്ടോ? നമ്മുടെ ഇല്ല, കയറാതിരിക്കട്ടെ. സ്വന്തം എന്തിനാ വെറുതെ പോയിട്ട് ആവശ്യമില്ലാത്തത് പോയി. നമ്മുടെ കൈ ഒരു ചെറിയ പ്രശ്നം വന്നിരിക്കട്ടെ, നമ്മുടെ ഇത്രയും ചെറിയ കൈയെ ട്രീറ്റ് ചെയ്യാൻ കുറഞ്ഞ 3-4 ഡോക്ടർമാരെ വരും നമ്മുടെ ചുറ്റും വരും. നമ്മളെക്കാൾ വലിയ സജ്ജീകരണങ്ങൾ നമ്മുടെ ചുറ്റും. അവിടെ ഇവിടെ ലൈറ്റും സംവിധാനങ്ങളും ക്യാമറയും കണക്കും ഇതെല്ലാം കാണുമ്പോൾ പകുതി ജീവൻ എന്ത് ചെയ്യും? പിന്നെ പുറത്തൊരാളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടാ വന്നത്, അതുകൊണ്ട് ഒരു ഉറപ്പുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തെ സ്കാൻ ചെയ്യുന്ന വസ്തുക്കളും ഓപ്പറേറ്റ് ചെയ്യുന്ന വസ്തുക്കളും മനുഷ്യൻ കണ്ടുപിടിച്ചപ്പോ ഒരു വീടിനകത്ത് എന്ത് ചെയ്യുന്നില്ല, ഒതുങ്ങുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞാൽ നിന്നെ അത്ഭുതവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കുന്നു. ആ ഒരു വെളിപ്പാട് ഒരു വ്യക്തിക്ക് ഉണ്ടായാൽ നെഗളിക്കുന്നില്ലെന്ന്. എന്നെ സൃഷ്ടിച്ച ദൈവത്തോട് ഞാൻ എന്നാ നെഗളിക്കാനാ? ഞാൻ എന്നാ മറുതലിക്കാനാ? ഒരു വാക്കുകൊണ്ട് പോലും ആ ദൈവത്തെ നമ്മൾ തീരാ. അപ്പൊ ആ ഒരു വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കയറണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ജഡത്തെ ജയിക്കുമെന്ന് നമുക്ക് കഴിയും. ഈ ജഡത്തെ സൃഷ്ടിച്ച ദൈവമാണെന്നും എന്റെ ഉള്ളിലുള്ള ജീവൻ ദൈവം തന്നതാണെന്നും എന്നെ അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്നുവെന്നും എനിക്ക് എപ്പോൾ ബോധ്യപ്പെടുന്നോ അപ്പോൾ എന്റെ ശരീരം ഞാൻ ദൈവത്തിന് കൊടുക്കും. അതുവരെ ഞാൻ എന്റെ, അത് നിന്റെ, ഇത് എന്റെ. കുഞ്ഞു പിള്ളേരൊക്കെ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞോണ്ടിരിക്കും, നീ മേടിച്ചു എനിക്കൊന്നുമില്ല, എനിക്ക് മേടിച്ചില്ല പറയല്ലേ ഉണ്ടെന്നേ. ഇത് മനുഷ്യൻ പറയുന്ന കാര്യങ്ങളാണ്, ഒരു വ്യക്തി മാത്രം പറയുന്ന കാര്യമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ചില സൃഷ്ടികൾ വാക്കിനാൽ ഉരുവായി. ഏതൊക്കെ സൃഷ്ടികളാണ് വാക്കിനാൽ ഉരുവായി? നിങ്ങൾ ഫ്രഷാണ്. ആകാശം, ഭൂമി, നക്ഷത്രങ്ങൾ, ജീവജാലങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങി കേൾപ്പിച്ചത്. സസ്യങ്ങളല്ല, സസ്യങ്ങളാണ് ഉദ്ദേശിച്ചത്. ഞാൻ ജീവജാലം ഉദ്ദേശിച്ചപ്പോൾ പക്ഷി അങ്ങനെയൊക്കെ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെയൊക്കെ ജീവജാലം എന്ന് പറയാം, നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. സസ്യങ്ങള്, വൃക്ഷങ്ങള് നോക്കി കിട്ടിയോ? 2-ാം അധ്യായത്തിന്റെ നിലത്ത് നിന്ന്
ആകാശത്തിലെ പറവകളെയും ഭൂമിയിലെ സകല ജന്തുക്കളെയും ദൈവം നിലത്ത് നിന്ന് സൃഷ്ടിച്ചു. എല്ലാരും ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ ദൈവം മനുഷ്യനെ മാത്രമേ എന്തുള്ളൂ നിലത്തുനിന്ന് സൃഷ്ടിച്ചുള്ളൂ. അല്ലെന്നേ, ദൈവം സൃഷ്ടിച്ച വസ്തുക്കൾ ജീവജന്തുക്കളല്ല, രക്തം ഓടുന്നതിനെല്ലാം ദൈവം സൃഷ്ടിച്ചത് കൈകൊണ്ടാണ്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ രണ്ടാമത്തെ ബാക്കിയല്ല, ഒന്നാമത്തെ ബാക്കിയല്ല രണ്ടാമത്തെ പറഞ്ഞല്ലോ. 4 അധ്യായം പഠിച്ചപ്പോൾ അത് പറഞ്ഞ് ഇടയ്ക്ക് നമ്മൾ ചെയ്യണം, ഒന്ന് ഈ ക്ലാസ്സും ചെയ്യണം, റിവൈൻഡ് ചെയ്യണം. 1-ാം അധ്യായം എന്ന് പറയുന്നത് ഒരു സംക്ഷിപ്ത രൂപമാണ്, എന്താണ് സംഭവിച്ചത്. 2-ാം അധ്യായത്തിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്തതെന്ന് പറയുന്നത്. അതാണ് നമ്മൾ 3 അധ്യായം വരെ അതെ എവിടെ എഴുതിയിട്ടുണ്ട്? 2-ാം അധ്യായം. അതാണ് 2-ാം അധ്യായം എന്ന് പറയുന്നത് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം പറഞ്ഞു പോവാം. 1-ാം അധ്യായം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാളെടുത്ത് 1-ാം അധ്യായം എടുത്ത് വായിച്ചാൽ ഇതാണ് മൊത്തത്തിൽ സംഭവിച്ചതെന്ന ഒരു സംക്ഷിപ്ത രൂപമാണ് 1-ാം അധ്യായത്തിൽ കിടക്കുന്നത്. അപ്പൊ ദൈവം മനുഷ്യനെ മാത്രമല്ല ഭൂമിയിലെ മണ്ണോട് സൃഷ്ടിച്ചത്, ജന്തുക്കളെയും പക്ഷികളെയും ചെയ്തു സൃഷ്ടിച്ചു. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ നോക്കിയോ? വചനം ഉണ്ടെന്നേ. അത് 1-ാം അധ്യായത്തിലല്ലേ ശരിക്കും കാണണ്ടേ? അത് നമ്മളന്ന് പഠിപ്പിച്ചപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഈ സമയം കളയുന്നില്ല. ആദ്യം ദൈവം സൃഷ്ടിച്ചു എന്നൊരു ചാപ്റ്റർ നമ്മൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അത് എടുത്ത് കേട്ട് കഴിഞ്ഞാൽ ആദ്യം ദൈവം എന്താ സൃഷ്ടിച്ചെന്നുള്ളതായി കൽപ്പിച്ചതെന്ത് സൃഷ്ടിച്ചതെന്തെന്ന് അതിനകത്ത് കിടക്കുന്നുണ്ട്. നമ്മളിപ്പോ അത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ദൈവിക സാദൃശ്യത്തിൽ എന്ത് ചെയ്യുന്നു? മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നതായ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് നാം കാണുന്നു. വചനം ജഡമായി തീർന്ന് കൃപയിൽ സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നും വചനത്തിൽ കാണുന്നു. ആ വ്യക്തിയുടെ പേരാണ് യേശു. ജഡത്തിലുള്ള ജീവിതം വേദനയും കഷ്ടതയും ആപത്തും നിറഞ്ഞതാണ്. ജഡത്തിലുള്ള ജീവിതം വേദന, കഷ്ടം, ആപത്ത്, രോഗം, ദുഃഖം, ഇതെല്ലാം നിറഞ്ഞതാണ് ജഡത്തിലുള്ള ജീവിതം. വേദനയും കഷ്ടവും ആപത്തും നിറഞ്ഞതാണ്. ജഡത്തിന്റെ ദണ്ഡനം മനുഷ്യന്റെ ജീവനെ അല്ല മനസ്സിനെ വേദനിപ്പിക്കുന്നു. ജഡത്തെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നമ്മുടെ മനസ്സിന് വേദനിക്കും, ശരിയല്ലേ? എന്നാൽ അവനെന്നെ തല്ലുന്നില്ല എന്നർത്ഥം തന്നെ എന്റെ മനസ്സ് ചെയ്തു അയാൾ അന്ന് പറഞ്ഞു. ഒരിക്കലും ഞാൻ എന്ത് ചെയ്തല്ല, വിചാരിച്ചത് പോലും അല്ല. എന്നിട്ടും ആ പുള്ളി എന്നോട് അങ്ങനെ. അതാരാ വേദനിച്ച? ജഡമാണോ? അല്ലെന്നേ, മനസ്സാണ്. ഇപ്പൊ ജഡത്തിന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായാൽ അത് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെയാണ്. ദേഹം, ദേഹി, ആത്മാവ്, ബോഡി, സോൾ, സ്പിരിറ്റ്. ചിലർ ആത്മാവെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവായി അതിനെ കാണാറുണ്ട്. മനുഷ്യന്റെ ശരീരത്തിലുള്ള 3 ഘടകങ്ങളാണ് ആത്മാവ്. ഈ ആത്മാവ് എന്ന് പറയുന്ന സാധനം ദൈവത്തിന്റെ ആത്മാവല്ല, മനുഷ്യാത്മാവാണ്. ദേഹം, ദേഹി, ആത്മാവ് 3 കൊണ്ടാണ് മനുഷ്യൻ എന്ത് ചെയ്തത്? ദൈവം സൃഷ്ടിച്ച്. പക്ഷെ ഈ ആത്മാവ് എന്ന് പറയുന്നത് ദൈവാത്മാവല്ല, മനുഷ്യാത്മാവാണ്. ഈ ആത്മാവിന് ഒരു പ്രത്യേകത ഉണ്ട്. നല്ല ആത്മാവിനെ എടുക്കാൻ പറ്റും, ചീത്ത ആത്മാവിനെ എടുക്കും. എന്നുവെച്ചാൽ ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ പൈശാചിക ആത്മാവിനെ ചെയ്യാൻ പറ്റും. കുടികൊള്ളുക. അതുകൊണ്ട് നമ്മൾ പറയാറില്ല, ചില മന്ത്രതന്ത്രങ്ങൾ ചെയ്യുന്നവർക്ക് അവര് മറ്റ് സേവ അല്ലെങ്കിൽ ഇന്ന പ്രവൃത്തി ചെയ്തിട്ട് അവരുടെ ആത്മാവ് എന്താ കുടിയിരിക്കണം. അതിനർത്ഥം ഈ നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവിനെ രണ്ടിനെയും സ്വീകരിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് ദൈവം പറഞ്ഞ നീ എന്ത് ചെയ്യാം, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, നിനക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? അതുകൊണ്ടല്ലേ അങ്ങനെ 2 വർഷം കൊണ്ട് ഏതൊക്കെ ചൂസിങ് ഓപ്ഷൻ ഇല്ല പോലെ. ഇപ്പോഴും ദൈവം പറയുന്നത് എന്താ? നിനക്ക് വേണമെങ്കിൽ നീ ദൈവത്തെ ചെയ്താൽ മതി, ആരാധിച്ചാൽ മതി. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ ജഡം എന്ത് ചെയ്യണം? ദൈവത്തോടുകൂടെ വസിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഓരോ മനുഷ്യരിലും ദൈവം ആത്മാവിനെ പകർന്നിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഓരോ മനുഷ്യരിലും ഈ ദൈവം ഒരു ആത്മാവിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ ഒരു ആത്മാവിനെ ദൈവം വെച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലുള്ള ആത്മാവിനെ
ദൈവിക ആത്മാവിനും പൈശാചിക ആത്മാവിനും കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. നമ്മൾ ഏത് ആത്മാവിന്റെ കീഴിലാകുന്നു എന്നുള്ളതാണ് പ്രധാന വിഷയം. ഈ ജഡം ഏത് ആത്മാവിന്റെ കീഴിലാണ്? ഈ ജഡം ദൈവത്തിന്റെ ആത്മാവിന്റെ കീഴിൽ. അതുകൊണ്ടാണ് നമ്മൾ ദൈവികമായത് കേൾക്കാൻ വരുന്നത്. ചിലരോട് നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ വേറെ അവരുടെ ആത്മാവ് എന്തല്ല, ദൈവികമായ ആത്മാവിന് കീഴടങ്ങിയിരിക്കുന്ന ആത്മാവല്ല. അവർ പറയുമ്പോൾ വലിയ ആത്മീയനാണ്, അവരെ കഴിഞ്ഞേ എന്നുള്ളൂ ആത്മീയനുള്ളൂ. പക്ഷെ വചനം കേൾക്കാൻ വരാൻ പറഞ്ഞാൽ ഇനിയിപ്പോ എത്ര നമ്മൾ നിർബന്ധിച്ചാലും ഇതില്ല, നമ്മളോട് പിണക്കം തോന്നുന്നതല്ലാതെ അവർക്ക് ചേഞ്ചസ് വരത്തില്ല. ഓരോ മനുഷ്യനിലും ആത്മാവിന് മനുഷ്യ ശരീരത്തിലുള്ള ആത്മാവിന് ദൈവിക ആത്മാവിനും പൈശാചിക ആത്മാവിനും കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. നമ്മൾ ഏത് ആത്മാവിന് കീഴിൽ ആകുന്നു എന്ന് ഉള്ളത് പ്രധാന വിഷയമാണ്. ജഡത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ പ്രവർത്തികൾ എന്തെന്ന് കൃത്യമായി നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവനെ അല്ലെങ്കിൽ ദേഹിയെ കുറിച്ച് അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇപ്പൊ നമ്മൾ പഠിച്ച വിഷയത്തിനെ കുറിച്ച് ഇതിന്റെ പ്രാധാന്യം, ജഡത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ പ്രവർത്തികൾ എന്തെന്ന് കൃത്യമായി നാം മനസ്സിലാക്കിയെങ്കിൽ, അതാ പറയാം ശത്രുവിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയാത്തവരല്ലല്ലോ എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഇന്ത്യൻ നിയമത്തിന്റെ നിയമാവലി നമുക്കറിയത്തില്ലെങ്കിൽ നമ്മളോട് ഒരു ജഡ്ജ്മെന്റ് ചെയ്യുന്ന സമയത്ത് വക്കീൽ ചോദിക്കുക, നീ ഇത് അറിഞ്ഞോണ്ട് ചെയ്തല്ലേ എന്നല്ലേ ചോദിക്കുന്നത്. അപ്പൊ നിനക്ക് അറിയാം അത് ചെയ്യരുതെന്നല്ലേ, അതിനർത്ഥം മുന്നമേ നീ അത് സ്കൂളിൽ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പൊ പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്ന് ദൈവം പറയുമ്പോൾ അതിന്റെ പിന്നിൽ നിങ്ങൾ ഇത് ചെയ്യണം, പഠിച്ചിരിക്കണം. എനിക്ക് പോയി കിട്ടിയോ മിസ്സായി കിട്ടിയോ? ഏതാ മിസ്സായി? ഓരോ മനുഷ്യരിലും ദൈവം ആത്മാവിനെ പകർന്നിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ആത്മാവെന്ന് പറയുന്നത് മനുഷ്യാത്മാവാണ് കേട്ടോ. ഈ മനുഷ്യാത്മാവിന്, മനുഷ്യ ശരീരത്തിലുള്ള ആത്മാവിനെ ദൈവികം അല്ലെങ്കിൽ ആത്മീയമാക്കുവാനും പൈശാചികമാക്കുവാനും പറ്റും. മനുഷ്യാത്മാവിന് തന്റെ ആത്മാവിനെ പൈശാചികമാക്കാൻ പറ്റും, ദൈവികമാക്കാൻ പറ്റും. ഏത് ആത്മാവ് തീരുമാനിക്കുന്ന നമ്മളാണ്. ഈ ജഡത്തിന്റെ ഓണർ ആരാ? നമ്മളാണ്. കൂടിപ്പോയ ഭാര്യയുടെ ജഡത്തിന്റെ ഓണർ ഭർത്താവും, ഭർത്താവിന്റെ ജഡത്തിന്റെ ഓണർ ആരാ? അങ്ങനെ പറയുന്നുണ്ട്. ഇത് മുതൽ നീ നിനക്കുള്ളതല്ല, ഭർത്താവിനുള്ളത്, ഭർത്താവോ ഭാര്യക്കുള്ളത് എന്ന് പറയാൻ പറയുന്നുണ്ട്. ഇനിയിപ്പോ അങ്ങനെ അല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇതിന്റെ ഓണർ ആരാ? നമ്മൾ തന്നെയാണ്. മനസ്സിലായി? ഉറങ്ങി വീഴൂ ഇല്ല. അപ്പൊ നമുക്ക് ഇത് പഠിച്ച് കഴിഞ്ഞെങ്കിൽ എങ്ങോട്ട് പോവാം? ഇത് നമുക്ക് പഠിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് ദേഹിയിലോട്ട് പോകാം അല്ലേ? പക്ഷെ ഇന്ന് ഞാൻ ദേഹി എടുക്കുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളെ ജഡത്തിന്റെ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞു, 24 പോയിന്റുകൂടെ പറഞ്ഞു നിർത്തും. 1/2 മണിക്കൂർ സമയം. ജഡം നമ്മൾ പഠിച്ചു തീർക്കാൻ പോകും. വചനപ്രകാരമുള്ളതല്ല, മാനുഷിക തലത്തിലുള്ള ജഡം. ഓക്കെ. ഒന്നാമത്, ജഡത്തിന്റെ സംരക്ഷണം നാം തന്നെ ചെയ്യണം. എങ്ങനെ ജഡത്തെ സംരക്ഷിക്കണം? ജഡത്തിന്റെ സംരക്ഷണം ആയിരിക്കണം, നമ്മൾ തന്നെ ചെയ്യണം. ഒന്ന്, നമ്മൾ തന്നെ ചെയ്യണം. കാരണം നമ്മുടെ ഉള്ളിലാണ് ആര് വസിക്കുന്നത്? ആത്മാവ് വസിക്കുന്നത്. അപ്പൊ ആത്മാവിന്റെ ഇഷ്ടം എന്ത് ചെയ്യണം? ആരെയണം? ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് ജീസസ് എന്ത് ചെയ്തിട്ടില്ല? പേരെ കേൾക്കുന്നു കൊണ്ടുവന്നിട്ടില്ല. 24 പോയിന്റ് പറയാൻ പോവാണ്. പിന്നെ എന്റെ അടുത്ത് അതുകൊണ്ട് പ്രസിക്കത് ഇടയ്ക്കൊക്കെ എടുത്ത് വായിക്കാം. അതുകൊണ്ട് പ്രസ് ചെയ്തൊന്നുമില്ല. എഴുതുന്നവര് ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ പോയിന്റ് പറയുമ്പോ ജഡത്തിന്റെ സംരക്ഷണം നാം തന്നെ ചെയ്യണം. എങ്ങനെ ജഡത്തെ സംരക്ഷിക്കണം? ചോദ്യോ? നമ്മൾ തന്നെ ചെയ്യണം. പക്ഷെ അതെങ്ങനെ സംരക്ഷിക്കണം? ഒന്നാമത്തത്, ജഡത്തെ വൃത്തിയായി സൂക്ഷിക്കണം. ഹലോ, വല്ലപ്പോഴും ഒക്കെ ഒന്ന് നമ്മുടെ ഈ ജഡത്തെ എന്ത് ചെയ്യണം? വൃത്തിയായി സൂക്ഷിക്കണം. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ ജഡത്തിന് നൽകാവുന്നതും അല്ലാത്തതുമായ ഭക്ഷണപാനീയങ്ങൾ ഏതെല്ലാമെന്ന് ആര് തീരുമാനിക്കണം? ഈ ജഡത്തിന് എന്തൊക്കെ തിന്നാൻ കൊടുക്കാം, എന്തൊക്കെ കുടിക്കാൻ കൊടുക്കാമെന്ന് ആര് തീരുമാനിക്കണം? നമ്മൾ തീരുമാനിച്ച് കണ്ണി കണ്ടതൊക്കെ എടുത്ത് വലിച്ച് തിന്നാൽ നിന്റെ ജഡം ക്ഷയിച്ചു പോകും. നിന്റെ ജീവൻ പെട്ടെന്ന് നിന്റെ ശരീരത്തിൽ തീരും.
നഷ്ടപ്പെട്ടു. എന്തൊക്കെ പ്രവർത്തികളാണ് എന്റെ ജഡത്തിന്റെ ആയുസ്സിനെ കുറയ്ക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും എന്റെ ജഡത്തിന് എനിക്ക് ദൈവം പറ്റിയിരിക്കുന്ന ആയുസ് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കുന്നത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ആർക്കുള്ളതാണ്? അതാണ് എന്റെ കറക്റ്റ് പോയിട്ടാണ്. എന്റെ വചനം വിശ്വസിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. വചനം നിന്നെ പഠിപ്പിക്കുകയാണ് തല നനയ്ക്കുവോളം വാർദ്ധക്യമുള്ള കാലത്തോളം എന്ന് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നീ ഞാൻ വിശ്വസിച്ചാൽ നിന്റെ മരണം വാർദ്ധക്യത്തിലായിരിക്കും. അല്ലെങ്കിൽ വചനം തെറ്റാ. വചനം ജീവനില്ല. വചനത്തിന് ജീവനില്ല. വചനം പറയുന്നു ഞാൻ നിന്നെ തല നനയ്ക്കുവോളം. പിന്നെ പിന്നെ വാർദ്ധക്യത്തെ കാണിക്കുന്ന വാക്യം പറഞ്ഞു. വേറെ വാക്യം നിന്റെ മക്കളെയും മക്കളെ നീ ചെയ്യും കാണും. അത് നീ വിശ്വസിച്ചാൽ എന്ത് ചെയ്യും? നീ കാണും. നീ കാണാതെ മരിക്കത്തില്ല. ഈ ജഡത്തിന് അകത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് വചനം, വിശ്വാസം, ആശ്രയം. ദൈവത്തിലുള്ള ആശ്രയമാണ് ഈ ജഡത്തെ എന്തിനെ ഒരു ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മൾക്ക് മരണം എപ്പോ വേണമെങ്കിലും സംഭവിക്കാമെന്ന് നമ്മൾ പൊതുവെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഈ വചനമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാണ്. അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ജഡത്തിന്റെ കാലയളവിനെ കുറയ്ക്കുവാൻ അല്ലെങ്കിൽ ആയുസ്സിനെ കുറയ്ക്കുവാൻ എന്തൊക്കെ സംഗതികളാണ് നമ്മൾ ചെയ്യാറുള്ളത് എന്ന് വെച്ചാൽ എന്താ? സാഹസികം ചെയ്താൽ ആയുസ്സിനെ കുറയ്ക്കാം. പാപം മൂലം രോഗം വരാം. രോഗം വന്നാൽ മരിക്കും. അങ്ങനെ ഒരു സാധ്യത അല്ല. അത് വരെ രോഗം വന്ന് ചെയ്യാൻ മരിക്കാം. അത് പാപം മൂലം രോഗം വരാം. ആയുസ്സിനെ കുറയ്ക്കാൻ പറ്റും. നാലാമത്തെ പോയിന്റ്, ജീവനും ആത്മാവും വസിക്കുന്നതും ഈ ജഗത്തിലാണ്. ജീവനും ആത്മാവും വസിക്കുന്നത് ഈ ജഗത്തിലാണ് എന്നൊരു ബോധ്യം ആർക്ക് വേണം? നമുക്ക് വേണം, മനുഷ്യന്. അടുത്ത പോയിന്റ്, ദൈവം നൽകിയ അവയവങ്ങളൊന്നും നശിപ്പിക്കുവാൻ പാടില്ല. അടുത്ത പോയിന്റ്, ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് പാപം ചെയ്യുവാൻ അനുവാദമില്ല. അതാണ് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിൽ ആദ്യം പഠിച്ചത്. ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് പാപം ചെയ്യുവാൻ അനുവാദമില്ല. അടുത്ത പോയിന്റ്, ഭക്ഷണപാനീയങ്ങളും ശരീരത്തെ എന്ത് ചെയ്യുന്നുണ്ട്? മലിനമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില പാനീയങ്ങൾ നമ്മൾ എന്ത് ചെയ്യാത്തത്, ചില പുക എന്ത് ചെയ്യാത്തത്. ശരീരത്തെ മലിനമാക്കുന്ന, ആയുസ്സിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ ഈ ജലത്തോട് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അടുത്തത് നമ്മൾ ജഡത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ആത്മാവിന് വിട്ടുകൊടുക്കണം. കഴിഞ്ഞ നമ്മൾ പഠിച്ചത് പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച്. ഈ ജഡത്തിൽ പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവിന് വിട്ടുകൊടുത്താൽ മാത്രമാണ് ജയിക്കാൻ പറ്റുന്നത്. അടുത്ത പോയിന്റാണ്, ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തോടെ ജഡത്തിൽ ജീവിക്കണം. ഹലോ, ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിൽ ജഡത്തിൽ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്ക് എങ്ങും ഒരു തടസ്സമില്ല. എവിടെയും നമുക്ക് എന്താ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കപ്പെടാം. നമുക്കൊരു ബ്ലോക്ക് ഇല്ല. അതിന് ബ്ലോക്ക് വരാൻ സാധ്യതയുള്ള ഒന്നാമത്തെ കാര്യമാണ് മോഹം. മോഹം പാടില്ല, കാരണം മോഹം പാപത്തെ പ്രസവിക്കും. ഇപ്പൊ നമ്മുടെ ആത്മമനുഷ്യനെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി, മോഹത്തെ എന്ത് ചെയ്താൽ മതി? മോഹത്തെ പഠിപ്പിച്ചാൽ ആത്മമനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ ജഡത്തിൽ ജീവിക്കും. നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞില്ലേ, ജീവൻ
ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് എന്തുള്ളൂ, വിലയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശരീരം ജീവിച്ചു മരിച്ചു. ജീവൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് വിലയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തിന് ജീവൻ നിലനിർത്തുവാൻ വേണ്ടി സൂക്ഷിക്കണം. ജീവൻ നിലനിർത്താൻ നമ്മൾ സൂക്ഷിക്കണം. ജീവൻ ജഡത്തിൽ വസിക്കുന്നത് കൊണ്ടും ദൈവമാക്കി വെച്ചത് കൊണ്ടും അതിനെ കെടുത്തു കളയുവാൻ അനുവാദം മനുഷ്യന് ഇല്ല. ഇല്ലാത്തതിനെ ഉളവാക്കാൻ കഴിയാത്തത് കൊണ്ടും ഉള്ളതിനെ ഇല്ലാതാക്കുവാൻ സാധിക്കാത്തത് കൊണ്ടും നമ്മുടെ ശരീരത്തിൽ ആടയാഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കരുത്. ക്ലിയർ ആയി? എന്റെ ശരീരത്തിൽ ഉളവാക്കാൻ കഴിയാത്തത് കൊണ്ടും ഇല്ലാതാക്കുവാൻ മനുഷ്യന് സാധിക്കാത്തത് കൊണ്ടും, അതിന് കഴിവില്ല, ഇല്ലാതാക്കാനും പറ്റത്തില്ല, ഉണ്ടാക്കാൻ വേദം കൂടി നരച്ചിരിക്കുന്നതിന് കറപ്പിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റുമോ? എന്തെങ്കിലും എടുത്ത് നയിക്കണ്ടേ, അല്ലാതെ കറപ്പോ? ഇല്ല. അപ്പൊ ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല, ഇതിനെ കറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ആ കഴിവില്ലെന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിന്റെ ഭാവമാറ്റങ്ങൾ നമ്മൾ കണ്ട് നമ്മുടെ ശരീരങ്ങളെ ആടയാഭരണങ്ങളാൽ എന്ത് ചെയ്യരുത്, അലങ്കരിക്കരുത്. ജഡത്തെ നമ്മൾ അണിയിക്കരുത് എന്നുള്ളതാണ്. ജഡത്തെ ദൈവത്തിനു വേണ്ടി വേർതിരിക്കണം. ജഡത്തെ ദൈവത്തിനു വേണ്ടി വേർതിരിക്കണം. അതിന്റെ സിമ്പിൾ വേർഡാണ് വേർപാട്. വേർപാട് ഈ ജഡം ചെയ്യണം, അനുഷ്ഠിക്കണം. പെന്തക്കോസ്തുകാർക്കുള്ള ആകെ ഒരു അനുഷ്ഠാനം ഉള്ളതെന്ന് പറയുന്നത് വേർപാടാണ്. അത് മറ്റുള്ള ജാതികളിൽ നിന്ന് നമ്മൾ ചെയ്യണം, അനുഷ്ഠിക്കണം. ജഡത്തെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കണം, അതിനർത്ഥം വേർപാട് അനുഷ്ഠിക്കണം. അടുത്തത്, ജഡത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവകൽപ്പനയെ മാറ്റരുത്. എന്റെ ജഡത്തിന് ഇഷ്ടമല്ല കള്ളം പറയുന്നത്, എന്റെ ജഡത്തിന് ഇഷ്ടമാണ് കള്ളം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് കള്ളമൊന്നും പറയുന്നതുകൊണ്ട് നമുക്കുള്ളത് എന്താ കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ കള്ളം പറയും, എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഒക്കെ കള്ളം പറയും. അതൊന്നും ദൈവത്തിന്റെ കൽപ്പനയാണ് കള്ളം പറയുന്നത്. അപ്പൊ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കാൻ എന്ത് ചെയ്യരുത്, ദൈവത്തിന്റെ കൽപ്പനയെ മാറ്റരുത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 4-5 പോയിന്റ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെയാണ് വിവാഹം. ജഡത്തിന് ജാതീയമായ പശ്ചാത്തലത്തിൽ നിന്നൊരു വിവാഹം കഴിക്കണമെന്ന് തോന്നിയാൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് എന്ത് ചെയ്യരുത്, ആ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കരുത്. ജാതീയ പശ്ചാത്തലത്തിൽ നിന്നും വേർപെട്ട ദൈവം എന്ത് ചെയ്യാൻ പാടില്ല, വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പൊ കൽപ്പന തൽക്കാലത്തേക്ക് മാറ്റി വെക്കുന്ന പരിപാടി പാടില്ല. 2, സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോ ദൈവമക്കളുമായുള്ള സൗഹൃദങ്ങൾ വേണ്ട, അത് കുഴപ്പമില്ല, ലോകത്തിലല്ലേ ജീവിക്കുന്നത്. ആ സൗഹൃദങ്ങൾക്ക് ഒരു ലിമിറ്റ് വെച്ചില്ലെങ്കിൽ ഈ ജഡത്തെ അവൻ ക്യാൻവാസ് ചെയ്യാനുള്ള സാധ്യത, നമ്മൾ അവനിലേക്ക് ആയിപ്പോകും. നമ്മളിൽ അവനെ നേടാൻ വേണ്ടി ചില പറയുന്നത് ഞാൻ വിവാഹം കഴിച്ചതിന് അവനെ നേടാനാ. ഇപ്പൊ അവനെ വേണ്ടി ഇവിടെ എവിടെയാണ് ഇവരിപ്പോ അവിടെ രാവിലെ വിവാഹം കഴിച്ചിട്ട് വരുന്ന വഴി. അപ്പൊ അങ്ങനെ പറ്റുന്നില്ല. കൽപ്പനകളെ മറന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു. 3-മത്തത് വാഹനം, വീട്, അങ്ങനെ അങ്ങനെ നീണ്ടു നിന്ന് പോകും. 1 വിവാഹം, സൗഹൃദം, വാഹനം, വീട്. ഒരു വാഹനം വേണമെന്ന് ജഡത്തിനൊരാഗ്രഹം നമ്മൾ പറഞ്ഞതല്ലേ, BMW വേണമെന്ന് എനിക്കൊരാഗ്രഹം. അതിന്റെ ആവശ്യമില്ലെങ്കിൽ അത് ചെറുതിനകത്ത് പോകാൻ ഈ ജഡത്തെ നമ്മൾ ചെയ്യണം. വീട്, എനിക്ക് 2 നില വീട്, 3 നില വീട് എന്തിനാന്നേ? മരിക്കുമ്പോ ഇതെല്ലാം ഇടിച്ച് നമുക്ക് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ കിടക്കുന്ന ഒരു കിടപ്പാറ പോലെ. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത്
അതിനോട് ചേർത്ത് നമ്മൾ അടുത്തൊരു പോയിന്റ് പറഞ്ഞ ജഡത്തിന് പൂർണ്ണമായ വേർപാട് ആവശ്യമാണ്. ആത്മീയത്തിലും അടുത്ത പോയിന്റ് അതിനകത്ത് പോയിന്റ് വരുന്ന ആത്മീയത, ഭൗതികത, പിന്നെ വ്യക്തിപരമായ ജീവിതം. എവിടെ വേണം? എന്ത് വേണം? പൂർണ്ണമായ വേർപാട് എവിടെ വേണം? ആത്മീയത, ഭൗതികത, വ്യക്തിപരമായ ജീവിതത്തിൽ പൂർണ്ണ വേർപാട്. എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ വേർപെട്ടവനായിരിക്കണം. ഓരോ വ്യക്തിയുടെ ജനനവും ദൈവത്തിന് ഓരോ പർപ്പസ് ഉണ്ട്, ഓരോ ഉദ്ദേശമുണ്ട്. അപ്പൊ ദൈവം എന്താണോ ഈ ജഡത്തെ, എന്നെ കൊണ്ടുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ എന്റെ ജഡത്തെ എന്തിനെ ഏൽപ്പിച്ചു കൊടുക്കണം? ദൈവിക ഉദ്ദേശം നടക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് ജഡത്തിന് ജനനം കൊണ്ട് ദൈവം ഉദ്ദേശിച്ചത് നിവർത്തിക്കുവാൻ ഓരോ ജഡവും ഏൽപ്പിച്ചു കൊടുക്കണം. അടുത്തത്, സമസ്ത മേഖലകളിലും ദൈവ ഇഷ്ടം നിവർത്തിക്കുവാൻ ജഡത്തെ ട്രെയിൻ ചെയ്യണം. നമ്മൾ മരിപ്പിച്ചില്ലേ? ഇനി നമ്മളൊരു പുതിയ ട്രെയിനിങ് ആണ് കൊടുക്കണം. ജഡത്തിന് കൊടുക്കണം. അല്ലെങ്കിൽ സ്വതന്ത്രാജ്യപാത്രം വരുമ്പോൾ ചെയ്യാൻ പറ്റില്ല. ഇവരെ പഴയ പരിപാടി തന്നെ ഇങ്ങനെ പുറകിൽ വിളിച്ചോണ്ടിരിക്കും. ഇടത്തില്ല. ദശാംശം കൊടുക്കുന്ന സമയത്ത് എന്തില്ല? കൊടുക്കില്ല. ഇത് നേരത്തെ അങ്ങനെ എടുക്കും. അങ്ങനെ തന്നെ നിൽക്കും. പാസ്മാരൊക്കെ വീട്ടിൽ വരുമ്പോൾ 5 രൂപ ഇല്ലെന്ന് ഭാര്യ കൊടുക്കാൻ പറഞ്ഞാലും അല്ലല്ല. സമസ്ത മേഖലകളിലും ദൈവ ഇഷ്ടം നിവർത്തിക്കുവാൻ ജഡത്തെ പഠിപ്പിക്കണം. ദൈവ ഇഷ്ടം എന്താ? ദൈവ ഇഷ്ടം യേശു ഒരു കാര്യം പറഞ്ഞു. എന്താ യേശുവിന്റെ ഇഷ്ടം? എന്റെ പിതാവിന്റെ ഇഷ്ടം നിർവഹിക്കുക. അപ്പൊ നമ്മുടെ ഇഷ്ടം എന്തായിരിക്കും? ദൈവ ഇഷ്ടം. നമ്മൾ മാതൃകയല്ലേ പിന്തുടരുന്നത്? യേശുവിനെ നമ്മൾ എന്തിനാ പിൻപറ്റുന്നത്? അവൻ പോയ വഴി നമ്മൾ പോവുകയാണ്. രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം. വസ്ത്രം ഇല്ലെങ്കിൽ വസ്ത്രം കൊടുക്കണം. യേശു പറയാണ്, ഞാൻ തക്കാനായ നിങ്ങൾ ചെയ്തില്ല, എന്നെ ഓടിപ്പിച്ചില്ല. ഞാൻ വിശന്നു വന്ന് നിങ്ങൾ ചെയ്തിരുന്നില്ല, ഞാൻ ആദ്യം നിങ്ങളിലേക്ക്. അപ്പൊ ദൈവം നമ്മളോട് പറയുന്നതിന് മുമ്പ് ഈ ജഡത്തെ ക്രമീകരിച്ച വ്യക്തി ഇതൊക്കെ ചെയ്യണം. എന്ന് വെച്ചാൽ ട്രെയിൻഡ് ആയിരിക്കണം. വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോ വെൽക്കം ചെയ്ത് അതിഥി സൽക്കാരം ഈ ജഡം ചെയ്യണം. ഗേറ്റ് ആരെങ്കിലും പിടിക്കുമ്പോ അങ്ങനെ ആരാ നോക്കിക്കേ, അല്ലെങ്കിൽ മോനെ ആരാ നോക്കിയടാ, അയ്യോ അത് മറ്റേ പാസ്റ്ററുകളാ, ഓടി കമ്മിറ്റി ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേ. അപ്പൊ കൊച്ചെന്ത് പറയും? അമ്മച്ചി ഇവിടെ ഇല്ലെന്ന് പറയാൻ. ജഡത്തെ എന്ത് ചെയ്യണം? അത് തന്നെ നമ്മൾ പറഞ്ഞ ബാക്കി അത് അതിന് പറഞ്ഞു ട്രെയിൻ ചെയ്യണം കേട്ടോ. ട്രെയിൻ ചെയ്യുന്ന നമ്മൾ ശീലിപ്പിക്കണം. ഇനി ഒറ്റ വാക്കിൽ ഇത് നമ്മൾ ഈ പറഞ്ഞതിനെ എല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഇന്നത്തോടുകൂടി എന്ത് ചെയ്യാൻ പോവാ? 10 മിനിറ്റ് കൊണ്ട് നമ്മൾ മരിപ്പിക്കാനുള്ള പരിപാടിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അടുത്ത പോയിന്റ്, മരിച്ച ജഡത്തിൽ മാത്രമാണ് ആത്മാവിന്റെ പ്രവർത്തനത്തിന് ദൈവം ഉപയോഗിക്കുകയുള്ളൂ. മരിച്ച ജഡത്തെ മാത്രമാണ് ആത്മാവിന്റെ പ്രവർത്തനത്തിന് ദൈവം. എന്നുവെച്ചാൽ പകുതി മരിച്ചിട്ട് അന്യഭാഷയും ദൂതും പ്രവചനവും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, കഴുത സംസാരിച്ചതുപോലെ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. പെരിയാമനോട് നമ്മൾ സംസാരിക്കാൻ വേറെ ആരും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാം? അന്നെങ്ങാണ്ട് കിട്ടിയ ചെറിയ സംഗതി വെച്ച് പടക്കം പൊട്ടിച്ച് നടക്കുവോ? മനസ്സിലായോ? ജഡത്തെ പൂർണ്ണമായി മരിപ്പിക്കുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് ദൈവത്തിന്റെ കൃപാവരങ്ങൾ അധികമായി എവിടെ നിറയപ്പെടും? ഈ ഒഴിഞ്ഞ പാത്രത്തിൽ നിറയപ്പെടും.
ഒഴിഞ്ഞ പാത്രം എന്ന് പറഞ്ഞാൽ അസൂയ, കുശുമ്പ്, കുന്നായ്മ ഇതൊക്കെ പോയി കഴിയുമ്പോൾ അവിടെയൊക്കെ സ്പേസ് വരും, ഒഴിവ് വരും. ഈ ഒഴിവ് വരുന്നിടത്ത് പോയ പുള്ളി തിരിച്ചു വരാതെ പുതിയ പുള്ളി എന്ത് ചെയ്യണം? അതിനകത്തേക്ക് ആക്കണം. പുതിയ പുള്ളി ആരാ? ആത്മാവ്, പരിശുദ്ധാത്മാവിന്റെ സ്വഭാവങ്ങൾ കൊണ്ട് നമ്മുടെ ജഡത്തിനകത്ത് നിറച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആത്മാവിന്റെ പ്രവൃത്തി ചെയ്യും. ജഡത്തിന്റെ വസ്ത്രധാരണം പോലും ദൈവം നോക്കുന്നു. അപ്പൊ വസ്ത്രധാരണത്തിൽ വേർപാടുണ്ട്. അടുത്തത് ജഡത്തിന്റെ വസ്ത്രധാരണം ദൈവം നോക്കുന്നു. ഒരു വചനമുണ്ട്, പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും എന്ത് ചെയ്യരുത്. ഇന്നത്തെ തലമുറയ്ക്ക് അത് മതി. വേർപാട് അനുഷ്ഠിക്കുന്ന ജഡം തീർച്ചയായും അതും അനുഷ്ഠിക്കണം. ജഡത്തിന്റെ വസ്ത്രധാരണം ദൈവം നോക്കുന്നു. അതാണ് ഇനി ജഡത്തെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കുമ്പോൾ ഒരു പ്രവൃത്തി എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഈ ജഡത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പോകാം? ഉച്ചയ്ക്ക് ഞാൻ ചെയ്യാൻ പോകാം, അതുപോലെ നേരെ സൂക്ഷിക്ക് പ്രാർത്ഥിക്കും. പക്ഷെ ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം, എന്നിട്ട് വേണം ചെയ്യാൻ. എന്താ പറയുമ്പോ കാര്യം? അന്വേന്യം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അല്ലാത്ത പ്രാർത്ഥന എങ്ങോട്ട് പോവില്ല. ഇപ്പൊ എത്ര പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളതല്ല, ഈ ജഡത്തെ പാപങ്ങൾ ഏറ്റു പറയാതെ പ്രാർത്ഥിച്ചിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യമില്ലെന്നാണ്. അപ്പോൾ ഈ ജഡത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്രമീകരിക്കുമ്പോൾ അതിനകത്തുള്ള ദൈവിക പദ്ധതിയാണ് അന്യോന്യം പാപങ്ങളെ ഏറ്റുപറയുക. ഈ ജഡത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്രമീകരിക്കുമ്പോൾ ഉള്ള ദൈവിക പദ്ധതിയാണ് പാപത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. പാപത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക എഴുതുന്നതായിരിക്കും നല്ലത്. അന്വേഷണം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമുക്ക് ഏത് സമയത്തും പ്രാർത്ഥിക്കാൻ പറ്റണം. അടുത്തത്, ജഡത്തേക്കാൾ അധികമായോ ലോകത്തിന്റെ ഇഷ്ടം നേടുവാനോ ജഡത്തെ രാഗമോഹങ്ങൾ കേൾപ്പിക്കരുത്. ദൈവത്തെക്കാൾ അധികമായി എന്തിനെ സ്നേഹിക്കരുത്? നമ്മുടെ ജഡത്തെ സ്നേഹിക്കരുത്. രണ്ടാമത്തത്, ലോകത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ജഡത്തെ ഏൽപ്പിക്കരുത്. മൂന്നാമത്തത്, രാഗമോഹങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് തോന്നുന്ന പ്രണയം പോലുള്ള കാര്യങ്ങൾ, മനസ്സിലായില്ലേ? സ്നേഹം, പ്രണയം അല്ലെങ്കിൽ കാതൽ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ചില ഇഷ്ടങ്ങൾ ചെയ്യാൻ നമ്മുടെ ഈ ജഡത്തെ എന്ത് ചെയ്യരുത്? ഏൽപ്പിക്കരുത്. അപ്പം അതിന് ഒറ്റവാക്കി പറഞ്ഞാൽ എങ്ങനെയാണ്? ദൈവത്തെക്കാൾ അധികമായി ലോകത്തിന്റെ ഇഷ്ടം ചെയ്യുവാനോ ജഡത്തിന്റെ ഇഷ്ടം ചെയ്യുവാനോ രാഗമോഹങ്ങൾക്കോ ഈ ജഡത്തെ ഏൽപ്പിക്കരുത്, വിട്ടുകൊടുക്കരുത്. അടുത്തൊരു മെയിൻ പോയിന്റ് ഉണ്ട്. എന്താ പറയുക? ഈ ജഡം കൊണ്ട് ആർക്കും കടപ്പെട്ടിരിക്കരുത്. ചാകുന്നതിന് മുമ്പേ അതെന്തിനാന്ന് വെച്ചാൽ നാളെ മരിച്ചാൽ ഈ ഒരു കട എന്ത് ഇവിടെ കിടക്കരുത്. ആർക്കും കടപ്പെട്ടിരിക്കരുത്. നമ്മുടെ ജഡം കൊണ്ട് 1000 രൂപ ആരോടും എന്ന് വെച്ചാൽ കർത്താവ് ഇപ്രകാരം വന്ന എന്റെ കാര്യം പോക്കാന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? പിന്നെ ഒരു മെയിൻ പോയിന്റാണ്, വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്, ജഡം കൊണ്ട് സമ്പാദിക്കുന്നത് ജഡീക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ദൈവത്തിനുള്ളത് മാറ്റി വെക്കുവാൻ ശ്രദ്ധിക്കണം. ഈ ജഡം കൊണ്ട് സമ്പാദിക്കുന്നതിനകത്ത് ജഡത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെത് മാറ്റി ചെയ്യണം. കുറഞ്ഞത് 10%, കൂടുതലെന്ന് പറഞ്ഞാൽ ഓഹരി. ഒരു വീട്ടിൽ 4 പേരുണ്ട്, 5 ആയിട്ട് എന്ത് ചെയ്യണം? 4 പേരുണ്ട്, 5 ആയിട്ട് വീതിക്കണം. 1000 രൂപ
4 പേരുണ്ടെങ്കിൽ 5 ആയിട്ട് പിരിക്കണം. 10,000 രൂപ 2 പേരുണ്ട് 3 ആയിട്ട് പിരിക്കണം. ഇപ്പൊ മനു പിരിക്കുവാണെങ്കിൽ അപ്പച്ചൻ, അമ്മച്ചി, അനു, കുഞ്ഞ്, സ്നേഹം 5 പേരുണ്ട്, 6 ആയിട്ട് പിരിക്കണം. അപ്പൊ ഒരു ഓഹരി ആർക്ക് പോയി? നമുക്ക് കിട്ടിയ പോലെ തന്നെ ദൈവത്തിന്. നീ കൊടുക്കുന്ന അതേ അളവിൽ നിനക്ക് നീ തിരിച്ചു. പിന്നെ ദൈവത്തിന് കൊടുക്കുന്നതിന് പഠിക്കുന്നത് ഈ ജഡം കൊണ്ട് പ്രവർത്തിക്കുന്നത് മൊത്തം ദൈവനാമത്തിന് വേണ്ടി ആയിരിക്കണം. ഇനി അതല്ല, നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതിനകത്ത് ദൈവത്തിന് എന്തുണ്ട്? ഒരു വീരമുണ്ട്. കാരണം അവനാണ് നമ്മുടെ ശരീരത്തിന്റെ ഉടയവൻ. ആ ആരോഗ്യം, ആയുസ്സും അത്ഭുതകരമായി നമ്മളെ സൃഷ്ടിച്ചിരിക്കുമ്പോ ആരോഗ്യം, ജോലി ചെയ്യാനുള്ള കഴിവ്, രാവിലെ എഴുന്നേറ്റപ്പോ മുട്ട് മടങ്ങുന്നില്ലെങ്കിലും ദൈവത്തിനുള്ളത് ഈ ജഡം എന്ത് ചെയ്യണം? കൊടുക്കാൻ തയ്യാറാകണം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉദാഹരണം, ദരിദ്രർക്ക് കൊടുക്കുവാൻ നമ്മൾ കണ്ട് ദരിദ്രനാണ് എന്ന് തോന്നിയ നമ്മുടെ സഹോദരങ്ങളിൽ ആർക്കെങ്കിലും ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ആദ്യം അവിടെ ചെയ്യട്ടെ. പുറത്തെ കാര്യം വിടുന്നേ, ആദ്യം എവിടെ ചെയ്യണ്ടേ? സഭയ്ക്കകത്ത് ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് ബാധ്യതയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? 10,000 രൂപ വീതിച്ചെരിക്കൊണ്ട് നല്ല ഐഡിയ. ദരിദ്രരെ കണ്ടെത്തേണ്ടത് എവിടെയാ? ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞേ, യേശു പറഞ്ഞല്ലേ, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ, നിങ്ങൾ തപ്പി കിടക്കുന്നേ എപ്പോഴും നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം? തൂക്കി കൊല്ലാനോ? പക്ഷെ നിങ്ങൾ ഇപ്പൊ കള്ളന്മാരുടെ അടുത്ത് വരുന്ന പോലെ എന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇടയിൽ തന്നെ ആരുണ്ട്? യേശു ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇടയിൽ തന്നെ ദരിദ്രന്മാരുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണെന്ത് ചെയ്യുന്നില്ല? നമ്മുടെ കണ്ണ് അടഞ്ഞിരിക്കുക. പ്രാർത്ഥിക്കാനിരിക്കുന്നത് പോലെ നമ്മുടെ ചർച്ചിലെ ദരിദ്രന്മാരെ കാണുമ്പോൾ നമ്മുടെ അത് ദരിദ്രന്മാരില്ല. നിങ്ങളെ വാസു പറഞ്ഞത് ഞാൻ നിങ്ങളെ പോലെ ദരിദ്രനെന്നോ? ഏറ്റവും നല്ല പോയില്ല എന്താണെന്നറിയോ? ഈ ജഡത്തെ ഒരു മാതൃകയാക്കി മാറ്റുവാൻ കഴിയണം. കാണുന്നവർ നീ സേവിക്കുന്ന ദൈവത്തെ കാണണം. ഹലോ, ഇത്രയും പറഞ്ഞത് ഓക്കെയാ. പക്ഷെ ഈ ലാസ്റ്റ് പറഞ്ഞ സംഗതി ഇതാണ് മെയിൻ. ഇതിനു വേണ്ടിയുള്ള വരവായി വന്നേ. ഇത്രയും കാര്യം 23 പോയിന്റ് ചെയ്താൽ അവസാനം നമ്മളെ കാണുന്നവരാരെ കാണും? നമ്മളെ കണ്ണപ്പനെ കണ്ണപ്പഴി ആളെ പിടിക്കാൻ വരുന്ന ആൾക്കാർ വരുന്നുണ്ട്. അപ്പോ ഈ ജഡത്തെ ഒരു മാതൃകയാക്കി മാറ്റുവാൻ കഴിയണം. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ മറ്റുള്ള ഒരാൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു ജഡമായി നമ്മുടെ ജഡം മാറും. സമസ്ത മേഖലയിൽ ഈ ജഡത്തെ ഒരു മാതൃകയാക്കി മാറ്റുവാൻ കഴിയണം. കാണുന്നവർക്ക് ദൈവത്തെ കാണുവാൻ ഇടയാകണം. കഴിഞ്ഞു നമ്മുടെ ബേസിക് ക്ലാസ്